عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ഉമ്മനീകളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക്, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് വർദ്ധിപ്പിക്കുകയും അമൽ ചെയ്യാൻ ധാരാളം അവസരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി സലാമത്ത് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും പതറാതിരിക്കാനുമുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് യാസീനിലെ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്ര ഭാഗത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ സംബന്ധിച്ച് ആ നാട്ടുകാരായ ആളുകൾ
അവലക്ഷണം പറഞ്ഞു എന്ന ഭാഗമാണ് നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എന്താണ് തതയ്യുർ, അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈർ, എപ്പോഴും അള്ളാഹു ഖൈർ വരുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ദൂതന്മാർ സ്വാദിഖ്, സദൂഖ്, ശലൂം അലൈഹിമുസ്സലാം റളിവാനുല്ലാഹി അലൈഹിം അജ്മഈൻ, ഈ മഹത്തുക്കളായ മുർസലീങ്ങൾ, തഫ്സീർ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ആ നാമങ്ങൾ അങ്ങനെയാണ്. അന്ത്വാക്കിയ എന്ന ഗ്രാമത്തിലാണ് സംഭവിച്ചത്. അതല്ല ആ പ്രദേശം മറ്റൊരു പ്രദേശമാണെന്നൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത വിഷയങ്ങൾ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രം. അന്ത്വാക്കിയയിലെ ആ സംഭവത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, രണ്ടുപേരെ നിഷേധിച്ചപ്പോൾ ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊടുത്തു. അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ നബിമാരാണ്, ദൂതന്മാരാണ്. അപ്പോൾ ആ നാട്ടുകാരെന്ത് പറഞ്ഞു? നിങ്ങൾ അംഗീകരിക്കൂല, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ പച്ചയായ മനുഷ്യർ തന്നെയാണല്ലോ എന്ന് അവരതിന് മറുപടി പറയുകയും ചെയ്തു. അതുമാത്രമല്ല, നിങ്ങൾ ഞങ്ങളെ അള്ളാഹുവിലുള്ള ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ വധിക്കും, റജമ് ചെയ്യും. റജമ് എന്ന് പറഞ്ഞാൽ എറിയ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അർറജ്മു ഫിൽ ഖുർആനി അൽ ഖത്ലു, ഖുർആനിൽ റജമ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊലപാതകം എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വധിക്കും എന്നായിരിക്കും അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അർത്ഥം കൊടുക്കുന്നത്. വലയമസ്സന്നകും മിന്ന അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ ഞങ്ങളിൽ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. അവരെന്താ പറഞ്ഞത്? ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് തതയ്യുർ തോന്നുന്നുണ്ട്, അവലക്ഷണം തോന്നുന്നുണ്ട്. നിങ്ങൾ കാരണം ഞങ്ങളുടെ നാട്ടിൽ നന്മയില്ലാതെയാവുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് നിർബന്ധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ എന്ന് പറഞ്ഞു? ഖാലൂ ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ അവലക്ഷണമുള്ളത്, നിങ്ങളുടെ അവിശ്വാസം, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തത്, നിങ്ങൾ പരലോകത്ത് വിശ്വസിക്കാത്തത്, അതാണ് നിങ്ങളുടെ അവലക്ഷണത്തിന്റെ കാരണം, മറിച്ച് ഞങ്ങളല്ല എന്ന് ആര് പറഞ്ഞു? മുർസലീങ്ങൾ പറഞ്ഞു. ഇൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് സാരോപദേശം നൽകപ്പെട്ട് കഴിഞ്ഞില്ലയോ, എന്നിട്ടും നിങ്ങൾ അവിശ്വാസത്തിൽ തുടരുകയാണോ? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ ഇസ്രാഫ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാവഗൻസ് അല്ലേ? എക്സ്ട്രാവഗൻസ് എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് ചെയ്യുക എന്നാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഡയലോഗ് അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കെ ജനങ്ങൾ അവരെ വധിക്കാൻ തീരുമാനിച്ചു. ഈ 3 പേരെയും അവർ കൊല്ലാൻ തീരുമാനിച്ചു. പ്രവാചകന്മാർക്കെതിരെ അവരെ നിങ്ങളെ വധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഭീഷണി കൊണ്ട് പ്രവാചകന്മാർ എന്ത് ചെയ്യില്ല? ഒതുങ്ങിക്കൊടുക്കൂല. സത്യത്തിൻ്റെ ഒരു മാർഗത്തിൽ പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ, അവർക്ക് ശേഷം വന്ന സലഫ് സ്വാലിഹീങ്ങൾ, മഹത്തുക്കളായ ആളുകളൊക്കെ അത്തരം ഭീഷണികൾക്ക് വിധേയരായിട്ടുണ്ട്. സ്വാഭാവികമാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരെ അവർ ജനങ്ങൾ വധിക്കാൻ പുറപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആ നഗരത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നും ഓടി വന്നു ഒരാൾ. റജുലുൻ, ഒരു പുരുഷൻ ഓടി വന്നു. യസ്ആ, ധൃതി പിടിച്ചു ഓടി വന്നിട്ട് ഖാല, അവർ പറഞ്ഞു, യാ ഖൗമി, എന്റെ സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരായ ആളുകളെ നിങ്ങൾ പിൻപറ്റണമേ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം. മൻ ലാ യസ്അലുകും അജ്റൻ, നിങ്ങളോടൊരു പ്രതിഫലം ചോദിക്കാത്ത ആളുകളെ. നിങ്ങളോടവർ ഒരു പ്രതിഫലം ചോദിച്ചിട്ടില്ലല്ലോ. സത്യം പഠിപ്പിച്ചു തരുന്നതിന് ഒരു കൂലി അവർ ചോദിച്ചിട്ടില്ല.
അത്തരം ആളുകളെ പിൻപറ്റിക്കോളൂ. അതുമാത്രമല്ല വഹും മുഹ്തദൂൻ, അവർ സന്മാർഗത്തിൽ പ്രവേശിച്ചവരുമാണ്, സന്മാർഗ ദർശനം കിട്ടിയവരുമാണ്. അങ്ങനത്തെ ആളുകളെ നിങ്ങൾക്ക് പിൻപറ്റിക്കൂടെ എന്ന് നഗരത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു. ആ വന്ന ആൾ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഗ്രാമവാസികളുടെ കഥ പറഞ്ഞു കൊടുക്കണമേ. ഖറിയ എന്ന് പറഞ്ഞ ഗ്രാമം, അതേ ഗ്രാമത്തെക്കുറിച്ച് അള്ളാഹുവിടെ മദീന എന്ന് പ്രയോഗിക്കുകയാണ്. അത് നഗരമായി കഴിഞ്ഞു. മദീനയാകുന്നത് അവിടെ ഈമാൻ കടക്കുമ്പോഴാണ്. വിശ്വാസിയായ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ നഗരത്തിന് പിന്നെ ഖറിയ എന്ന വാക്ക് മാറ്റി അള്ളാഹു മദീനയാക്കും. അത് ഖുർആനിൽ ഈ പ്രയോഗങ്ങൾ വന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഖറിയ ഗ്രാമം. പക്ഷെ ഇവിടെ പറഞ്ഞത് മിൻ അഖ്സൽ മദീന. എന്തേ കാരണം? ഹബീബുൻ നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു സാഹിബ് യാസീൻ, അവര് മുസ്ലിമായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഗ്രാമം എന്ന വാക്ക് തന്നെ മാറ്റി അൽ മദീന, സംസ്കാര സമ്പന്നമായൊരു പ്രദേശമായി ആ ഗ്രാമത്തെ അള്ളാഹു ട്രാൻസ്ഫോം ചെയ്യാൻ. എന്ത്? ഈമാൻ കിട്ടിയപ്പോൾ. അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാരുണ്ടാകുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകും, അവിടെ തെളിച്ചമുണ്ടാകും. അതിലേക്കുള്ള സൂചനയാണ് ഈ ഖറിയ, മദീന എന്ന വാക്കുകളിൽ അള്ളാഹു നടത്തുന്ന അള്ളാഹുവിന്റെ ചില പ്രയോഗങ്ങൾ. വജാഅ മിൻ അഖ്സൽ മദീന റജുലുൻ, വന്നത് അഖ്സൽ മദീന, നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നാണ്. അവിടെ ഒരു പ്രശ്നം, ജനങ്ങളെ ഈ പ്രവാചകന്മാരുമായി സംവദിച്ചുകൊണ്ടിരിക്കെ, അവരുമായി വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കെ ഇത് കേട്ടുനിന്ന ആളല്ല ഹബീബുൻ നജ്ജാർ എന്നവർ റളിയല്ലാഹു അൻഹു. അവരൊരുപാട് ദൂരെയാണ്, നഗരത്തിന്റെ അങ്ങേയറ്റത്താണ്. അവരുടെ മുമ്പിലല്ല ഈ പ്രശ്നം നടന്നത്. പക്ഷേ ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഓടി വരികയാണ് ഉണ്ടായത്. എന്താണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ പല വിഷയങ്ങളും നമ്മൾ എന്താ പറയാ, ഇറ്റ് ഡസൻറ്റ് കൺസേൺ മീ, അല്ലേ? ഞാനിപ്പോൾ എന്തിനാണ് ഇടപെടുന്നത്? എൻ്റെ വിഷയം എന്നെ എൻ്റെ കുട്ടികളെ മക്കളൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. മൊത്തത്തിൽ ജനങ്ങൾ എന്ത് പറയും? ഞാൻ ഖൈറിനും ഷെറിനും ഇല്ല എന്ന് പറയും. അത് പാടില്ല. ഖൈറിൻ്റെ കൂടെ വേണം, ഖൈറിൻ്റെ കൂടെ നിന്നേ വെച്ചു. ഞാൻ ഖൈറിനും ഷെറിൻ്റെ കൂടെ പറ്റില്ല, ശരിയാണ്. പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാ പിന്നെ ഞാൻ ഇടപെടൂല, അല്ലെ? ഒരു മസ്ലഹത്ത്, ഒരു പ്രശ്നം നടക്കുകയാണ് കുടുംബത്തിൽ. നിങ്ങൾ കുടുംബത്തിൽ ഒരു സ്വാധീനമുള്ള ആളാണ്, നിങ്ങൾ പറഞ്ഞ ആളെ കേൾക്കും. നിങ്ങൾക്കൊന്ന് പറഞ്ഞ് നന്നാക്കിക്കൂടെ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പേ ഞാൻ ഖൈറിനുമില്ല ഷെറിനുമില്ല. ഇത് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ഖൈറിനുണ്ട്, നമ്മൾ ഖൈറിന്റെ കൂടെയാണ്. നമ്മളെ വിളിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത്. വജാഅ മിൻ അഖ്സൽ മദീന. മഹാനായ മുതവല്ലി ശഅറാബി റഹ്മഹുല്ലാഹ് അവരുടെ ഖവാത്തിറിൽ ഈ ആയത്തിന് തഫ്സീർ ചെയ്ത ഭാഗം നോക്കിയാൽ വളരെ മനോഹരമാണ്. നമ്മൾ എവിടെയാണോ പ്രശ്നമുള്ളത് എന്നറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മളായിട്ട് റിസ്ക് ചെയ്തു വെക്കണം. നമ്മൾ അത് നമ്മുടെ സർവീസ് ഓഫർ ചെയ്യണം. വജാഅ മിൻ അഖ്സൽ മദീന, നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന്. യസ്ആ, വാഹനം പോലും കിട്ടിയിട്ടില്ല, ഓടി വന്നതാണ്. യസ്ആ ഖാല, അവര് പറഞ്ഞു യാ ഖൗമി, എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ. ആ വാക്കിലൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട്. ജനങ്ങൾ അവരങ്ങ് നശിപ്പിച്ചോട്ടെ പടച്ചോൻ, അവര് പറഞ്ഞേക്കാത്ത ആൾക്കാരല്ലേ, അവര് ബഹുദൈവ വിശ്വാസികളല്ലേ? അല്ലല്ല, അവർ എന്റെ ആളുകളാണ്. യാ ഖൗമി, എനിക്കവരുമായി ബന്ധമുണ്ട്, അവർ രക്ഷപ്പെടണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. അവരെന്ത് ചെയ്യരുത്? പ്രയാസത്തിലായി പോകരുത്, അവർ നാളെ നരകത്തിലേക്ക് പോകരുത്. എൻ്റെ സമൂഹമേ, നിങ്ങൾ നന്നാവിൻ. ആ പ്രയോഗം ഒരു ദാഇയായ, പ്രബോധകനായ ഒരാൾ താൻ ആരെയാണോ ദീനിലേക്ക് ക്ഷണിക്കുന്നത് അവരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ അടയാളമാണ്. യാ ഖൗമി, എൻ്റെ ആളുകളെ. അവിടെ എന്ത് പറയാം? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ കേട്ടോളിൻ. അല്ലല്ല, എൻ്റെ ജനങ്ങളെ. യാ ഖൗമി, നിങ്ങൾ എൻ്റെ ആളുകളാണ്. യാ ഖൗമി. അപ്പോ നമുക്ക് സമൂഹത്തോട് നമ്മുടെ കടപ്പാടുകൾ ഓർമ്മ വരണം. ഇവിടെ തന്നെ മുതവല്ലി ശഅറാബി റഹ്മഹുല്ലാഹ് ഖവാത്തിൽ പറയുന്നുണ്ട്, ചില ആളുകളുടെ ജീവിതത്തിൽ
വളരെ ചെറിയ ദായിറകളെ സർക്കിളുകൾ ഉണ്ടാവും. അയാളുടെ കുടുംബം. ചില ആളുകൾ ഒന്നുകൂടെ അങ്ങോട്ട് വൈഡാവും. ഞാനും എൻ്റെ അയൽവാസികളെയും നന്നാക്കണം. ചിലർ ഒന്നുകൂടെ ഞാനും എൻ്റെ അയൽപക്കക്കാരും എൻ്റെ വിദൂരത്തുള്ള ബന്ധുക്കളെയും, പിന്നെ ചിലർ ഞാനും എൻ്റെ മഹല്ലുകാരും, പിന്നെ ചിലർ ഞാനും എൻ്റെ പഞ്ചായത്തുകാർ, എൻ്റെ ജില്ലക്കാർ, എൻ്റെ സമൂഹം മുഴുക്കയും. അങ്ങനെ ചിന്തിക്കുന്നവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ അങ്ങനെയാണ്. നമ്മുടെ ആ ഒരു സർക്കിൾ ഇങ്ങനെ വർദ്ധിക്കണം. എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കുട്ടികൾ കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ ബാക്കിയൊന്നും എനിക്കറിയണ്ട. അങ്ങനെയല്ല മുഅ്മിനായ മനുഷ്യൻ. ഇത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ? ഇത് സമൂഹത്തിനോട് നന്മ കിട്ടുമോ? ഇത് ചിന്തിക്കണമെന്നാണ്. പിന്നെ സ്വാഭാവികമാണ്, സമൂഹത്തോട് സംവദിക്കുമ്പോൾ എതിരഭിപ്രായങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ വരും. സ്വാഭാവികമാണ്. നമ്മൾ ഒരുപാട് ചിന്തകളുള്ള, ഒരുപാട് പല നിലക്കും ചിന്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ചിന്താരീതികളുള്ള ആളുകളുമായിട്ടാണ് സംവദിക്കുന്നത്. അത് സ്വാഭാവികമായൊരു വിഷയമാണ്. നമ്മളത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എതിർപ്പുകളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒക്കെ സ്വാഭാവികമാണ്. അതൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങൾ പല നിലക്കും ചിന്തിക്കും. ഓരോരുത്തരും അവരവരുടെ ലഭ്യമായ വിവരം അനുസരിച്ചാണ് ചിന്തിക്കുക. പല നിലക്കും ആക്ഷേപങ്ങൾ വരും. നമുക്ക് അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ആസ് ഫാർ ആസ് വി സ്പീക്ക് ട്രൂത്ത്, നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ, സ്വന്തം സമൂഹത്തെ, അത് നമ്മുടെ പ്രസ്ഥാനമാവട്ടെ, നമ്മുടെ പ്രസ്ഥാനത്തിന് പുറത്തുള്ളവരാവട്ടെ, ഇസ്ലാമിന് പോലും പുറത്തുള്ളവരാവട്ടെ, എല്ലാവരെയും ഇവർ എൻ്റെ ആളുകളാണ്. യാ ഖൗമി, ഹബീബുൻ നജ്ജാർ എന്നവർ അവിശ്വാസികളായ ഒരു സമൂഹത്തെയാണ് യാ ഖൗമി, എൻ്റെ ജനങ്ങളെ എന്ന് വിളിക്കുന്നത്. ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റിയേക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ചിന്ത വരണം എന്ന് ഈ ആയത്ത് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഒന്നുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചു തുടങ്ങണം. ഒന്നുകൂടെ അപ്പുറത്തേക്ക് ആലോചിച്ചു തുടങ്ങണം. ഉമ്മത്തിന് പ്രശ്നം വരുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എവിടെയാണുള്ളത്? എൻ്റെ സമൂഹത്തിന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ആ രീതിയിൽ ആലോചിക്കുന്ന ആളാണ് ഒരു സത്യവിശ്വാസിയായ ആൾ. അതിൻ്റെ പേരിൽ മഹാനായ ഹബീബുൻ നജ്ജാർ അവർക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പോലും നിങ്ങൾ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അള്ളാഹു കൊടുത്തു. അതാണ് ഖീല ദുഖുലിൽ ജന്ന. അതിനൊക്കെ കാരണം ഇതാ, ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ. ഇതെന്താ സംഭവിച്ചത്? ബഹുമാനപ്പെട്ടവരെ ചവിട്ടി മെതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. ചവിട്ടി കൊന്നു. എന്താണ്? നന്മയിലേക്ക് ക്ഷണിച്ചൊരു മനുഷ്യനെ ജനങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്തു. പക്ഷേ അതിലൊന്നും എന്ത് ചെയ്യണ്ടേ? മനുഷ്യന്മാര് പ്രയാസപ്പെടരുത്. മുഅ്മിനീങ്ങളായ ആളുകൾ അതിൽ പ്രയാസപ്പെടരുത്. ഇത്തബിഉ മുഅ്മിനീങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, എൻ്റെ സമൂഹമേ നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റണം. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ പിൻപറ്റണം. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടത് മല്ലാ യസ്അലുകും അജ്റാ, നിങ്ങളോടൊരു കൂലിയോ വേതനമോ ചോദിക്കാത്തവരെ. പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുമ്പോഴൊക്കെ പറയും, ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എനിക്ക് പ്രതിഫലം അല്ലാഹുവാണ് തരിക. ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു റസൂൽ ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നതിന് പകരം എനിക്ക് നിങ്ങൾ ശമ്പളം തരണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറഞ്ഞേക്കുക ഇത് കായുണ്ടാക്കാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് ഞാനില്ല. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നേക്കും. ഒരു നബിയും ചോദിച്ചില്ലല്ലോ, ലാ അസ്അലുക്കും അജ്റ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ കൂലി അല്ലാഹു തരും, എൻ്റെ കൂലി പടച്ചവൻ തരും, നിങ്ങൾ ആരും എനിക്ക് കൂലി തരണ്ട, എൻ്റെ പ്രതിഫലം അല്ലാഹുവിൻ്റെ അടുത്താണ്, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് നിങ്ങൾ സത്യം സ്വീകരിക്കും. പൈസ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഹക്ക് സ്വീകരിക്കും. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുത്താണ്. ഇത് പറയാതെ പോയ രണ്ട് നബിമാരേ ഉള്ളൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ മൂസ നബി അലൈഹിസ്സലാം. ഈ രണ്ട് നബിമാർ ഈ പ്രയോഗം പ്രയോഗിച്ചിട്ടില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ദഅവത്ത് ചെയ്തത് ആസർ എന്നതിന്റെ പിതാവോ ഒരഭിപ്രായ പ്രകാരം തന്റെ എളാപ്പയോ ആയിരുന്ന ആസറിനോടാണ്. ആ പിതാവിന് തുല്യം അല്ലെങ്കിൽ പിതാവ് ആയിരുന്ന ഒരു മനുഷ്യന് പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ പൈസന്റെ കാര്യം പറയാൻ പാടില്ല എന്നാ. സ്വന്തം വാപ്പയോട് ഉമ്മയോടൊക്കെ കണക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ, ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, വാപ്പാ നിങ്ങൾ പറഞ്ഞത് കേൾക്കിൻ, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കിൻ, ഇതിന് കൂലി ഞാൻ അള്ളാഹിന്റെ അടുത്ത് വാങ്ങിക്കൊണ്ട് നിങ്ങൾ തരേണ്ടതില്ല എന്ന് വാപ്പയോട് പറഞ്ഞിട്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വാപ്പനോട് പിന്നെ പൈസന്റെ കാര്യം പറയാൻ പാടില്ലല്ലോ. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമും പറഞ്ഞിട്ടില്ല ഇത്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 80 സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 80ഓളം സ്ഥലങ്ങളിൽ, മോർ ദാൻ 80 പ്ലേസസ് ഇൻ ഖുർആൻ. എന്നിട്ട് ഒരിക്കൽ പോലും മൂസ നബി അലൈഹിസ്സലാം എന്റെ കൂലി അല്ലാഹു തരുമെന്ന് പറഞ്ഞില്ല. സംഗതി എങ്ങനെയാണ്? എന്റെ കാരണം എന്നറിയോ? മൂസ നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്ത ആരോടാ? ആദ്യമായി ഫിർഔനിനോടാ. ഫിർഔൻ മൂസ നബിയെ വളർത്തിയ ആളാണ്. മൂസ നബി അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിലാണ് വളർന്നത്. ഫിർഔന്റെ ഭക്ഷണം കഴിച്ച് വളർന്ന ആളാണ്. അതിന്റെ പേരിൽ തന്നെ വളർത്തിയ ഒരാളായതിന്റെ പേരിൽ അയാളോടും പൈസയുടെ ഏർപ്പാട് പറയാൻ പാടില്ലല്ലോ. എന്റെ കൂലി അല്ലാഹു തരും, നീ തരണ്ട എന്ന്
തന്നെ വളർത്തിയതിൻ്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഖുർആനിൻ്റെ മനോഹര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പറയും. ഓരോന്ന് പറയുമ്പോഴും അവിടെ ഓരോരോ ആശയങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. ചില കോണ്ടെക്സ്റ്റ് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ആവർത്തനമാണോ എന്ന് തോന്നിപ്പോകും. അല്ല, ഒരിക്കലുമില്ല. ഖുർആനിൽ റെപ്പിറ്റീഷൻ ഇല്ലെന്നാണ്, ആവർത്തനം ഇല്ലെന്നാണ് ഖുർആനിൽ. ഉലമാ അങ്ങനെ പറയാം, ഖുർആനിൽ ആവർത്തനമില്ല. ഓരോന്നിനും അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്ത ആശയങ്ങളുണ്ട്. ഇൻ അജ്രി ഇല്ല അലല്ലാഹ്. അപ്പോ ഇവിടെ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റണം എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞത് എന്താ? ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ. നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ആളുകളാണവർ, പ്രതിഫലം ചോദിക്കാത്തവരാണ്. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരുമാണല്ലോ, അവർ സന്മാർഗദർശികളാണ്. അവർ നിങ്ങളോട് ഇതിന് കൂലി ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് പിൻപറ്റിക്കൂടെ, എന്താ നിങ്ങൾക്ക് പ്രയാസം? ഉലമാ ഇതിന് പറയാൻ കാരണം, അമ്പിയാക്കന്മാർക്ക് ആർക്കും കൂലി കൊടുത്ത് തികയിപ്പിക്കാൻ കഴിയില്ല എന്ന, തികച്ചു കൂലി കൊടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. എന്റെ വിഷയം എന്നറിയോ? സമൂഹത്തെ അവരുടെ ആഖിറം രക്ഷിക്കുന്ന പണിയാണ് അമ്പിയാക്കന്മാർ ചെയ്തത്. പരലോകം രക്ഷിക്കാനുള്ള പണിയാണ് ചെയ്തത്. പരലോകം രക്ഷപ്പെടുത്താനുള്ള ജോലിക്ക് ദുന്യാവിൽ എത്ര പൈസ കൊടുത്താലും എന്തെയില്ല, അതിന് പകരമാവില്ല. അതിൻ്റെയൊക്കെ കൂലി എനിക്ക് അള്ളാഹു തരും, നിങ്ങൾ ഒരു 5 ഫിൽസ് പോലും എനിക്ക് തരണ്ട എന്ന് പറഞ്ഞവരാ പ്രവാചകന്മാർ. അങ്ങനെയാണ് അവർ ദഅവത്ത് ചെയ്തത്, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ. അങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്. ഖുർആനെ സംബന്ധിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൈറ മസ്തഅജർതും അലൈഹി കിതാബല്ലാഹ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കാശ് വാങ്ങിക്കാം, അത് നിങ്ങൾക്ക് ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ജോലി അതാണ്, ജോലി അതാണ്. വേറെ ഒരു ജോലി ഇല്ലാത്ത മനുഷ്യനാണ് ഒരു ഉസ്താദ്. ഇവർക്ക് വേറെ ഒരു ജോലി ഇല്ല, ഖുർആൻ പഠിപ്പിക്കല. നമ്മുടെ മദ്രസയിലെ ഉസ്താദാന്ന് വിചാരിക്കുക, പള്ളിയിലൊരു മുഅല്ലിമാന്ന്, പള്ളിയിലൊരു മുദരിസാന്ന് വിചാരിക്കുക. അവർക്ക് നിങ്ങൾ ഖൈറായ കൂലി കൊടുത്തേക്കണം. കാരണം ജോലി എന്ന നിലക്ക് അത് ഖൈറായ ജോലിയാണ്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശമ്പളം വാങ്ങാൻ അർഹതയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരാൾ ശമ്പളം ഇല്ലാതെ സർവീസ് ചെയ്യാന്ന് വിചാരിച്ചോളൂ, അവിടെയായിരിക്കും ജനങ്ങളെന്ന റെസ്പോൺസ് കൂടുതലുണ്ടാവുക. അപ്പം മിനിമം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇത്ര ആൾ നമ്മുടെ സദസ്സിലേക്ക് വരികയാണെങ്കിൽ ഒരാൾ മാസത്തിൽ 10 ദിർഹം തന്നേക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓരോന്ന് കിട്ടിയാൽ ഊരാൻ നിൽക്കുക നമ്മൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഊരാൻ നമുക്ക് പറ്റൂല കേട്ടോ. എന്തെങ്കിലും അപ്പം നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. നമുക്കതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇരിക്കാം, ഇല്ലേ നിങ്ങൾക്ക് പോകാം, ഒരു പ്രയാസമില്ല. ഇൻ അജ്രി ഇല്ല അലല്ലാഹ്. നമുക്കതിനൊരു കൂലിയോ ഫീസോ നമ്മൾ ചോദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ അങ്ങനെ ആകുമ്പോൾ വന്ന് പഠിക്കാനുള്ള പഠിതാവിൻ്റെ ഇഖ്ലാസ് നന്നാവും. അല്ലെങ്കിൽ എന്തായാലും ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ബഫേ ചോറിക്കണ പോലെ ബഫേക്ക് കൊടുത്താൽ അങ്ങോട്ട് തിന്നാണല്ലോ, കച്ചവടക്കാരന് നഷ്ടം വരട്ടെ, എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം നീയത്ത് മോശമായി പോകും. സുബ്ഹാനല്ലാഹ്. അതുണ്ടാവരുതെന്ന. ഇൻ അജ്രി ഇല്ല അല. അമ്പിയാക്കന്മാർ മുഴുവൻ അങ്ങനെ ദഅവത്ത് ചെയ്യുന്നത്. ഉലമാ അങ്ങനെയാ ദഅവത്ത് ചെയ്യേണ്ടത്. ഇൻ അജ്രി ഇല്ല അലല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആഖിറം നിങ്ങളെ രക്ഷപ്പെടുത്തി തരുന്നതിന് കൂലി മനുഷ്യന് ഒരാൾക്കും കൊടുത്തു തീർക്കാൻ കഴിയില്ല. അത് അള്ളാഹു തന്നെ തരണം. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്താണ് എന്ന് പറയുന്ന പ്രവാചകന്മാരല്ലയോ ഇത്? നിങ്ങൾ അവരുടെ മാർഗം സ്വീകരിക്കും. വഹും മുഹ്തദൂൻ. അവർ സന്മാർഗദർശികളുമാണ്. കാരണം പറയാൻ അവർ പ്രവാചകന്മാരാണ്, നിങ്ങളോട് കൂലി ചോദിച്ചിട്ടില്ല. വഹും മുഹ്തദൂൻ. അവർ ഹിദായത്ത് ലഭിച്ച ആളുകളാണ്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ പിൻപറ്റുന്നില്ല എന്ന് മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവർ കാരണം ബോധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വമാലിയ, അത് മാത്രമോ, വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വന്തം വിശ്വസിക്കാതിരിക്കുന്നത് അത് കാപട്യമാണ്. നിങ്ങൾ പ്രവർത്തിക്കാത്തത്, ജനങ്ങളോട് പറയുന്നത്, ആളുകളോട് പറയുന്നത്, മറ്റൊരാളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മയൊക്കെ ഈ വിഷയത്തിൽ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് വാഴ്ന്നു പറയുന്ന ആളുകളോ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്, ഒരുപാട് കൂടുകയാണ്, ഒരുപാട് വർദ്ധിക്കും. ഞാൻ എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കണം?
ഞാനും ഇവരുടെ പക്ഷമാണ്, ഞാനും ഈ നബിമാരെ പിൻപറ്റുന്നവരാണ്. ഈ നബിമാർ അല്ലാഹുവായ ഏകനായ സ്രഷ്ടാവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ്. ഞാൻ അവരോടൊപ്പമുണ്ട്. വമാലിയല, എനിക്കെന്തുകൊണ്ടത് ചെയ്തുകൂടാ? വമാലിയല അബ്ദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവന് എന്തുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്തുകൂടാ? വമാലിയല അബ്ദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവിന് എനിക്ക് എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൂടാ? അപ്പൊ എന്താ ഇബാദത്ത് ചെയ്യാനുള്ള കാരണം? അവൻ എന്നെ പടച്ചവനാണ്. ഹുവല്ലദീ ഫതറക്കും, പടച്ചവൻ അല്ലാഹുവാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നമ്മളൊക്കെ പടച്ചത് അവനാണ്. അതുമാത്രമല്ല ഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അവിടെ പറയേണ്ടത് എങ്ങനെയാ? എന്നെ പടച്ചവനായ അല്ലാഹുവിന് എനിക്ക് എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൂടാ? അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. അതല്ലേ പറയേണ്ടത്? പറഞ്ഞപ്പോ വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. അവിടെ ഖിതാബിൽ നിന്ന്, അവിടെ തകല്ലുമിൽ നിന്ന് ഖിതാബിലേക്ക് പോയി എന്ന് പറയും. ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് സെക്കൻഡ് പേഴ്സണിലേക്ക് നീങ്ങിപ്പോയി. എന്തേതിന് കാരണം? സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അള്ളാഹുവിന് ചെയ്യുന്ന ശുക്ർ 3 വിധത്തിലാണ്. അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി 3 വിധേനയാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മഹത്വമുള്ളവനായതിന്റെ പേരിൽ. മറ്റൊന്ന്, അവനിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഉപകാരത്തിന്റെ പേരിൽ. മറ്റൊന്ന്, അവനിൽ നിന്ന് എനിക്ക് ഉണ്ടായേക്കാവുന്ന ശിക്ഷയുടെ പേരിൽ. ജനങ്ങളുമായി ഇടപഴകുമ്പോഴും അങ്ങനെയാണ്. ഒരാളെ നമ്മൾ പുകഴ്ത്തി പറയാന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഒരു കവിയെ പറ്റി പറയാം, ഫറസ്ദഖിനെ കുറിച്ച് ഒരു ഉദാഹരണം. ഒരു അറബി കവി, അപ്പോ നല്ല കവിതയാണ്. അല്ലെങ്കിൽ ആയിഷ ബിൻ ഖൈസ്, അല്ലെങ്കിൽ ഒരുപാട് നല്ല കവികളായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അവരോട് സ്നേഹം വേണം. അല്ലാത്ത നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. ഓക്കെ, ഷേക്സ്പിയറെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഷേക്സ്പിയറുടെ വർക്കുകൾ പഠിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഭയങ്കരമാണ് എന്നൊക്കെ നമ്മൾ പറയാണ്. നമ്മളിപ്പോൾ എന്തിനാ ഇയാളെ പുകഴ്ത്തുന്നത്? അയാളെന്ന് വല്ലതും കിട്ടാനാണോ? അല്ല. അയാളെന്ന് വല്ല ഉപദ്രവം കൊണ്ട് കിട്ടുമോ? അയാൾ കഴിഞ്ഞു പോയില്ലേ, എത്രയോ സെഞ്ചുറികൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി. പിന്നെ എന്തിനാ ഇപ്പം ചെയ്തത്? അയാളിലൊരു ജീനിയസ് ഉണ്ട്, വിശ്വാസിയാ. പക്ഷെ അയാൾ ലിറ്ററേച്ചറിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷാ കഴിവുകൾ, നീ അതിലും ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടായേക്കെ. ഉദാഹരണത്തിന് വേണ്ടി പറയണേ, എന്താ, നമ്മൾ അയാളുടെ കഴിവിനെ അംഗീകരിക്കുന്നു. അങ്ങനെ നമുക്കൊരാളെ പുകഴ്ത്താൻ പറ്റും. നമുക്കൊരു ഉപകാരം കിട്ടിയിട്ടല്ല, ഒരു ഉപദ്രവം ഉണ്ടായിട്ടല്ല, ഒരു കഴിവുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുകഴ്ത്തുന്നു. അങ്ങനെയാവാം. പിന്നെ നമ്മൾ സാധാരണയായി മനുഷ്യരിൽ കാണാവുന്നത് ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി ഒപ്പം കൂടുന്നത്, സ്നേഹിക്കുന്നത്. അത് ഗൾഫുകാർക്ക് പെട്ടെന്ന് മനസ്സിലായി. നാട്ടിൽ ചെന്ന് ഇറങ്ങിയ ആദ്യത്തെ 1-2 ആഴ്ച കുറച്ച് ആൾക്കാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ വീട്ടിലൊക്കെ വന്ന് ചുറ്റിപ്പറ്റി, പിന്നെ കയ്യിലെ കാശൊക്കെ തീരുന്നവർക്ക് അറിയാം 2 ആഴ്ച കൊണ്ട്, പിന്നെ അവരൊക്കെ പോവും ചെയ്യും, അല്ലേ? അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയേണ്ടത് പൈസ കയ്യിലില്ലാത്ത നേരത്തെ ആര് സഹായിക്കുന്നു നോക്കിയിട്ട് അവരാ നമ്മുടെ ശരിയായ മിത്രങ്ങൾ. കാശുണ്ടാവുമ്പോൾ എത്ര കാലം സുഹൃത്തുക്കൾ ഉണ്ടാവും? പ്രയാസമുള്ള സമയത്തില് അവരാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, അങ്ങനെയല്ലേ പറയാ? നമ്മുടെ പ്രയാസമുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാ ശരിയായ സുഹൃത്ത്. ആ നേരത്ത് നമ്മളോട് വിളിച്ചു ചോദിക്കാൻ, എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാൻ പേടിയ മനുഷ്യന്മാർക്ക് ആന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെ ആവരുത്, മുഅ്മിനീങ്ങൾ അങ്ങനെ ആവരുത്. തആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്നാ. തആവനു അലൽ ബിർരി വത്തഖ്വ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ പരസ്പരം സഹായിച്ചേ പറ്റൂ. അപ്പോ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി ചില ആളുകളെ പുകഴ്ത്തും. പിന്നെ പുകഴ്ത്തുന്നത് ഉപദ്രവമില്ലാതിരിക്കാനാണ്. ഉപദ്രവമില്ലാതിരിക്കാൻ, ശിക്ഷ വരും, എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു വെച്ചേക്കും, അത് പേടിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ആളെ വന്ദിക്കുന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഅൻ യുക്റമ റജുലു മഖാഫത ശർരിഹി, ഒരു മനുഷ്യന്റെ ഷർറ് പേടിച്ച് ഒരാൾ ബഹുമാനിക്കപ്പെടുന്ന കാലം വരുന്നു. അതൊക്കെ ഈ ഗുണ്ടാ സംസ്കാരത്തെ കുറിച്ചാണെന്ന ഉലമാ പറയാം. അവരെ ഒന്ന് പോലീസുകാർക്ക് വരെ പേടിയാണ്, അവരെ ബഹുമാനിച്ചേക്കും. എന്തേ? ഒന്നുമില്ല, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉപദ്രവം ചെയ്തേക്കും, അതുകൊണ്ടൊന്ന് ബഹുമാനിച്ച് നിർത്തുക. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധവും ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലാകാം.
അള്ളാഹുവിനെ നമ്മൾ വന്ദിക്കുന്നത് അള്ളാഹു ആയതിന്റെ പേരിൽ, അവൻ സ്രഷ്ടാവായതിന്റെ പേരിൽ, ഈ പ്രപഞ്ചത്തിന് അതീതനായതിന്റെ പേരിൽ, നമ്മെ പടച്ചവനായതിന്റെ പേരിൽ, നമുക്കെല്ലാം തന്നവനായതിന്റെ പേരിൽ അല്ല. അള്ളാഹുവിന്റെ മഹത്വം മാത്രം മനസ്സിലാക്കിയിട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ലെവൽ. രണ്ടാമത്തേത്, അള്ളാഹു നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ ചൊല്ലി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. പടച്ചതൊക്കെ തന്നല്ലോ, എന്നെ പടച്ചല്ലോ, അതുപോലെ വിഷയങ്ങൾ. മൂന്നാമത്തേത്, ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് ഞാൻ എന്തായാലും നിസ്കരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ നരകത്തിലിട്ടേക്കും, അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനനുസരിച്ചേ പറ്റൂ. ഈ 3 സ്റ്റേജുകളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ഏറ്റവും അത്യുന്നതമായ മർഹല. ആ ദറജയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. മഹാനായ മഅറൂഫ് അൽ-ഖർഖി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരിഫീങ്ങളുടെയും അല്ലാത്തവരുടെയും ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം അതാ. നമ്മൾ നരകത്തെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അല്ല, ഞാൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, ഞാൻ അവന്റെ അടിമയാണ്, അവൻ എന്റെ സയ്യിദാണ്, ഞാൻ അവന്റെ മഅബൂദാണ്. ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഇനി നോക്കുക, എന്താണ് ഹബീബുൻ നജ്ജാർ എന്നവരുടെ സ്ഥാനം ഇവിടെ ഏതാണ്? ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി. എന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ എന്തുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്തുകൂടാ? അപ്പൊ അള്ളാഹുവിന് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, ഞാനായിട്ട്. വമാലിയ, എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാനത് ചെയ്യുന്നവനാണ്, ഞാൻ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. കാരണം ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. വഇലൈഹി തുർജഊൻ, അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചവനാണ്, അള്ളാഹു വലിയവനാണ്, അതിന്റെ പേരിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ ഒരുക്കമല്ല ജനങ്ങളെ, അല്ലേ? എന്നാൽ നിങ്ങൾ നാളെ റബ്ബിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടെ ശിക്ഷയുണ്ട്, അവിടെ ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ ഹിസാബുണ്ട്, അവിടെ വിചാരണയുണ്ട്. ഇത് പേടിച്ചിട്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് വരണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അത് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കുള്ള സൂചനയാണ്. നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും. ഞാൻ മടക്കപ്പെടും. ആ പേടിയിലല്ല ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഞാൻ എന്തിനെ ആരാധിക്കുന്നത്? അവൻ എന്റെ സൃഷ്ടാവാണ്. അല്ലദീ ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. പക്ഷെ നാളെ അവൻ ശിക്ഷിക്കുമോ? ആ പേടിയിലല്ല. അത് പേടിച്ചെങ്കിലും നിങ്ങളത് ചെയ്യണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് അവനിലേക്കാണ്. അപ്പോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയെ പേടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് വരേണമേ. അത് അനുസരണയുടെ ഏറ്റവും താഴെയുള്ള ഘട്ടമാണ്. ശിക്ഷയെ പേടിച്ചിട്ട് അത് സ്വന്തത്തിലേക്ക് ചേർത്തിയില്ല. ബഹുമാനപ്പെട്ടവർ 1ഉം 2ഉം സ്ഥാനത്തിൽ നിന്നു 3ാമത്തെ സ്ഥാനത്തേക്ക് ജനങ്ങളെ മാറ്റിവെച്ചു. നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കാത്ത സമൂഹം അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നവരല്ലയോ? ഇത് പേടിച്ചെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങണം എന്നവർ പറഞ്ഞു. കഴിഞ്ഞില്ല. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവെ കൂടാതെ ആരാധ്യരായ ആളുകളെ ഞാൻ ഉണ്ടാക്കുകയാണോ? ഇത്തഖദ എന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയെ ഉണ്ടാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് അറബിയിൽ. ഇത്തഖദല്ലാഹു വലദൻ, അള്ളാഹു മക്കളെ ഉണ്ടാക്കി. അള്ളാഹുവിന്റെ മക്കൾ ആവശ്യമില്ല, അള്ളാഹുവിന്റെ മക്കളില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ പറഞ്ഞു അള്ളാഹ്ക്ക് മക്കളുണ്ട്. അവിടെ ഉപയോഗിച്ച വാക്ക് ഇത്തഖദല്ലാഹു വലദൻ. അല്ലാഹു അല്ലാത്ത ആരാധ്യരോ ദൈവങ്ങളോ ഇല്ല തന്നെ. പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കെട്ടിച്ചമച്ച് പറയലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കെട്ടിച്ചമച്ച് പറയണോ? അത്തഖിദു മിൻ ദൂനിഹി, അല്ലാഹു അല്ലാതെ ആലിഹതൻ, വേറെ ദൈവങ്ങളോ ആരാധ്യരായ ആളുകളോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമോ? ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? ബഹുമാനപ്പെട്ടവരുടെ ഈമാനിന്റെ ആ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടിയാണത്. അള്ളാഹുവിനെയല്ലയോ ആരാധിക്കേണ്ടത്? അവൻ ഒരുവനല്ലയോ? രണ്ടാമത്തേത് അല്ലദീ ഫതറനി, അവൻ എന്നെ പടച്ചവനാണ്. ഞാൻ അവന്റെ ശിക്ഷയെ പേടിച്ചിട്ടല്ല ഇബാദത്ത് ചെയ്യുന്നത്. നിങ്ങൾ വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അവിടെ അള്ളാഹു സൃഷ്ടിച്ചേക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ലേ? സ്വന്തത്തെ കുറിച്ച് അത് പറഞ്ഞില്ല, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. 1ഉം 2ഉം സ്ഥാനങ്ങൾ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവർ ഏറ്റെടുത്തു. ആ ഭാഗമാണിത്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. ഇനി പറയുന്ന ആയത്ത് നമുക്ക് വിശദമായി ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ്.
ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. റഹ്മാനു, കാരുണ്യവാനായ അല്ലാഹു വിചാരിക്കുന്ന പക്ഷം, യുരിദിനി എനിക്ക്, അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു, ബിദുർരിൻ എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് സംഭവിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, ലാ തുഗ്നി അന്നി ശഫാഅതുഹും, ഈ ദൈവങ്ങളുടെ ഒരു ശഫാഅത്തും എനിക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല തന്നെ. ശൈഅൻ അശേഷം ഉപകാരം, അവരുടെ ഇന്റർസെഷനോ റെക്കമെൻഡേഷനോ അല്ലാഹു സ്വീകരിക്കുകയില്ല തന്നെ. ആരുടെ? ആലിഹത്തൻ, ദൈവങ്ങളുടെ. വലാ യുൻഖിദൂൻ, അവരെന്നെ രക്ഷപ്പെടുത്തുന്നവരും അല്ല. കാരണം അന്താക്കിയക്കാർ ബഹുദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് എനിക്കിവിടുന്ന് അള്ളാഹു എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ ദൈവങ്ങൾക്കൊന്നും ഒന്നും എനിക്ക് ചെയ്തുതരാൻ പറ്റില്ലല്ലോ, പിന്നെ ഞാൻ അള്ളാഹുവിനെ അല്ലയോ ആരാധിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ അങ്ങനെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെന്ന് പറയുന്ന പക്ഷം ഞാൻ കടുത്ത വഴികേടിലാണ്. ളലാലിൻ മുബീൻ, ഇൻ എ മാനിഫെസ്റ്റ് എറർ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, വ്യക്തമായ തെറ്റായിരിക്കും, ഞാനത് ചെയ്യില്ല. ഈ വാക്ക് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടെ പറഞ്ഞു, ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ, നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവ് എന്റെയും രക്ഷിതാവാണ്, പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ രക്ഷിതാവാണവൻ. ഫസ്മഊൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടേക്കൂ, തുറന്നു കേട്ടോളൂ, ഞാൻ ഉറക്കെ പറയുകയാണ്, നിങ്ങൾ സാക്ഷി നിന്നേക്കൂ. ഫഷ്ഹദു, നിങ്ങൾ സാക്ഷി പറയണം, ഞാൻ മുസ്ലിമാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ മുസ്ലിമാണ്. ഈ വാക്കുകൾ പറഞ്ഞതിന്റെ ശേഷമാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യുന്നത്, അവർ വധിക്കപ്പെടാൻ പോവാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ യാസീനിലെ 23-ാമത്തെ ആയത്ത്, അത്തഖദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ, കാരുണ്യവാൻ എനിക്കൊരു ഉപദ്രവം ചെയ്യുന്ന പക്ഷം, കാരുണ്യവാൻ ഉപദ്രവം ചെയ്യുന്ന പക്ഷം ഈ ദൈവങ്ങളൊന്നും എന്നെ സഹായിക്കാനുണ്ടാവില്ല, അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുകയുമില്ല. ഇവിടെ ഉപദ്രവം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തൊട്ടുടനെ പറഞ്ഞ വാക്ക് റഹ്മാൻ, കാരുണ്യവാൻ. കരുണയുള്ള ആൾ ഉപദ്രവം ചെയ്യൂ? റഹ്മാനു, കാരുണ്യവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ബിദുർരിൻ, എനിക്ക് ഉപദ്രവം ചെയ്യാൻ. എന്താ ഇവിടെ റഹ്മാൻ എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അൽ ജബ്ബാർ, അധികാരസ്ഥനായ അള്ളാഹു, അൽ ഖഹാർ, പരമാധികാരിയായ അള്ളാഹു, അവൻ എന്തും ചെയ്യാം, അവനൊരു ഉപദ്രവം ചെയ്യും. അല്ലാർ, ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹുവാൻ. അന്നാഫി, ഉപകാരം ചെയ്യുന്നത് അള്ളാഹുവാൻ. ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ പ്രയോഗം. ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ, കാരുണ്യവാൻ ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ. ഇത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതൊരു വിഷയം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു കുട്ടി നെറ്റിയിൽ ചോരയോടുകൂടെ ഇങ്ങനെ കടന്നു വന്നാൽ ഒരു പിതാവ് ആദ്യം ചോദിക്കുക, മോനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ്, അല്ലേ? ആരെങ്കിലും ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞാൽ ആ ചോര കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു. മോൻ വീണ് പോയതാണെന്ന് വന്നാൽ നിങ്ങൾക്ക് മോനോട് സിമ്പതി തോന്നുന്നു. സംഗതി ഒരു ചോര തന്നെയാ. ഇത് കാണുമ്പോൾ നമ്മുടെ വീക്ഷണത്തിനനുസരിച്ച നമ്മുടെ മനോഗതി മാറുന്നത്. ഇതാരാണ് നിന്നെ ചെയ്തത്? ഇന്നാലിന്ന ആള് ചെയ്തു. ആ ചെയ്ത ആള് നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ പറയും, നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതിനെ എളാപ്പ ശിക്ഷിച്ചതാവുമല്ലേ. നമ്മളൊരു എക്സ്ക്യൂസും കൂടെ കണ്ടെത്തും. ആ വിഷയം നമ്മൾ ഒതുക്കുകയാണ്. അതല്ല, മറ്റാരോ അക്രമികളായ ആളുകൾ ചെയ്തതാണെങ്കിൽ പ്രതികാരം ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടലായി, നമ്മൾ ദേഷ്യപ്പെടലായി, പൊട്ടിത്തെറിക്കലായി. സംഗതി ഒരേ ചോരയാണ്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ. ഇനി മനസ്സിലാക്കുക, നമുക്കൊരു രോഗം വന്നാൽ ഈ രോഗത്തിലൂടെ ഈ രോഗം തന്നത് ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് കാരുണ്യവാനാണ്. കാരുണ്യവാനാണ് എനിക്ക് രോഗം തന്നത്. കാരുണ്യവാൻ രോഗം തന്നതാണെങ്കിൽ കാരുണ്യവാനായ അള്ളാഹുവിന് അതിലെന്തെങ്കിലും ഒരു രഹസ്യം അതിൽ ഉണ്ടായി കാണും. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടേണ്ടതില്ല. എന്ത് ളുർ നമുക്ക് വരുന്നുണ്ടോ അത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്ന്. വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹർ സംഭവിക്കുകയാണെങ്കിൽ പോലും
പൈശാചികതയാണത് എങ്കിൽ പോലും സിഹറിന്റെ ആഘാതം ഉണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഫലിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അത് ഫലിക്കൂല. അതിനായിട്ടൊരു കഴിവുണ്ടോ? ഇല്ല. അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ മറ്റു കഴിവില്ല. അപ്പോ എന്ത് പ്രയാസം വന്നാലും ഇത് ആര് തന്നതാണ് നമ്മൾ നോക്കേണ്ടത്. എവിടുന്നാണ് ഈ ചോര വന്നത്? ആരാ നമുക്ക് ഈ രോഗം തന്നത്? അള്ളാഹുവാൻ. എന്റെ റബ്ബ് കാരുണ്യവാനാണ്, റഹ്മാൻ, കാരുണ്യവാൻ. നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസം വന്നാലും ഇതാര് തരുന്നതാണ്? ഇതെന്റെ കാരുണ്യവാൻ തന്നതാണ്. എന്ത് രോഗം വന്നാലും ഇതാര് തന്നതാ? ഇതെന്റെ കാരുണ്യവാൻ തന്നതാണ്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ച് തന്റെ ഭാര്യയോടുകൂടെ ജീവിച്ച ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയെന്ന. അപ്പൊ ചോദിച്ചു എന്തേ കാരണം? ഒന്നുമില്ല, അവൾക്ക് ഒരസുഖം വരുന്നില്ല, ഒരസുഖവും വരുന്നില്ല. അങ്ങനെയെങ്കിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവർക്ക് അസുഖം വരുന്നല്ലേ? ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, സ്വഹീഹിൽ വന്ന ഹദീസല്ലേ? അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അല്ലാഹു പരീക്ഷണം കൊടുക്കും. എന്നാ പിന്നെ എനിക്ക് ഇവളെ വേണ്ട, അവർക്ക് അല്ലാഹുക്ക് ഇവളെ ഇഷ്ടമുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു സ്വന്തം പെണ്ണുങ്ങളെ ത്വലാഖല്ലേ? ഇതിനല്ലേ ഈ പറഞ്ഞത്? ഒരു സ്വഹാബിയുടെ ഹദീസിലുണ്ട് മറ്റൊരു അനുഭവം. ഒരു സ്വഹാബി തന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ട് വന്നപ്പോഴേക്കും ഭർത്താവ് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോ അരികത്തിങ്ങനെ ഇരുന്നു. ഭർത്താവ് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ഭർത്താവിനെ വിളിച്ചുണർത്താതെ നേരം പുലരുന്നവരെ ആ പെണ്ണവിടെ നിന്നു. ഈ മഹാനായ നബി ഇമാമിന്റെ ചരിത്രം അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വെള്ളപ്പാത്രവുമായി കാത്തിരുന്നു. ഈ പെണ്ണ് സ്വഹാബിയത്തായ ഒരു പെണ്ണ്, മദീനയിൽ അൻസ്വാരികൾ നടന്നൊരു സംഭവം. അങ്ങനെ നേരം വെളുക്കുമ്പോൾ പെണ്ണരികത്തിന്റെ, അല്ല നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ നിങ്ങൾ വെള്ളം ചോദിച്ചു, ഞാൻ കൊണ്ടുവന്നപ്പോഴേക്കും നിങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്നൊക്കെ അങ്ങനെയല്ലേ, വെള്ളം കിട്ടണമെങ്കിൽ കുറേ ദൂരം പോകണം. ഈ ഒരു സന്തോഷം കണ്ടിട്ട് സ്വന്തം ഭാര്യ തനിക്ക് വേണ്ടി വെള്ളപ്പാത്രവുമായി തന്നെ കുടിപ്പിക്കാൻ, തനിക്ക് ആശ്വാസം നൽകാൻ നേരം പുലരുന്നവരെ നിൽപ്പ് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബില്ലാഹി അലൈക്, അള്ളാനെ വിചാരിച്ച് ഞാൻ പറയട്ടെ, തമന്നി അലയ്യ, നിനക്ക് വേണ്ട ഇഷ്ടമുള്ളൊരു കാര്യം നീ എന്നോട് പറഞ്ഞു, ഞാൻ അത് ചെയ്തുതരാം. നിനക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നീ പറയും, ഞാൻ ചെയ്തുതരാം. അവളെന്താ പറഞ്ഞെന്നറിയോ? തൊല്ലിഖ്നി, നിങ്ങൾ എന്നെ തൊലാക്കല്ലിക്കളി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണും ഒരു ഭർത്താവിനോട് തൊലാഖിനെ ചോദിക്കാൻ പാടില്ല എന്ന് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണേ. ഈ ചരിത്രം ഞാൻ പറയാം. ഒരു പെണ്ണും ഒരു പെണ്ണ് ഒരു ഭർത്താവിനോട്, നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നേക്ക്, എനിക്ക് വേറെ ആളവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹറമല്ലാഹു അലൈഹൽ ജന്ന, സ്വർഗം അവൾക്ക് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കാൻ പാടില്ലാത്ത വിഷയമാണ്. പക്ഷെ ഇവര് പറഞ്ഞു എന്നെ തൊലാഖ് ചൊല്ലിത്തരും. പ്രത്യേകത നോക്കണം. നമ്മളൊക്കെയാണ് ആ സ്ഥാനത്തെങ്കിൽ അപ്പൊ കൊടുത്തേക്കും ചിലപ്പോ, അല്ലേ? അതാണ് വേണ്ടതെങ്കിൽ. അല്ലല്ല, പോവാ, നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകാം രണ്ടുപേർക്കും. അതൊരു നല്ല പാഠമാണ്. പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യരുത്. നമുക്കൊരാളോട് ചോദിക്കാം, ഒരു പണ്ഡിതനോട് ചോദിക്കാം, അഭിപ്രായം ചോദിക്കാം, ഒരു സയ്യിദിനോട് ചോദിക്കാം. നമുക്കിപ്പോ നിനക്ക് തൊലാക്കാൻ വേണ്ടത് പോകാം. രണ്ടുപേരും നടക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു പോയി, കുറേ നടക്കാനുണ്ട്. നടന്നു പോണ പോക്കില് ഇയാളുടെ കാലിടറി വീണ് കാലങ്ങ് പൊട്ടി. കാല് പൊട്ടിയപ്പോ പറഞ്ഞു, ഇനി നമുക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ, എനിക്ക് തൊലാക്ക് വേണ്ട. എന്തേലും ചോദിച്ചു. നിങ്ങൾ പറയുന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഭർത്താവിനോട് പറയാ, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ അയാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് രോഗം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇക്കാലം വരെ ചെറിയ അസുഖം പോലും നിങ്ങൾക്ക് വന്നിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളോട് പൊരുത്തണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അള്ളാഹു നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഇനി എനിക്ക് തൊലാക്കൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വഹാബിമാർ, അവിടുത്തെ സ്വഹാബിയത്തുകൾ എന്തേ? ഈ വിഷമം തരുന്നത് ആരാണ്? കാരുണ്യവാനാണ്. കാരുണ്യവാൻ പ്രയാസം തന്നാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരുണ്യവാൻ പരീക്ഷിച്ചാൽ പിന്നെ എന്തിനാ നിങ്ങൾ ബേജാറാവുന്നത്? ആ റഹ്മാൻ എന്ന വാക്ക് പറഞ്ഞ് പ്രയാസം എന്ന വാക്ക് അല്ലാഹു ചേർത്ത് തരുമ്പോൾ എന്ത് സംഭവിച്ചാലും ഇതെന്റെ കാരുണ്യവാൻ ചെയ്തതാണ്, ഇതെന്റെ റഹ്മാൻ ചെയ്തതാണ്, ഞാനത് ക്ഷമിക്കാൻ, എനിക്കതിന് പൊരുത്തമാണ്. ഇത് ചിന്തിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അല്ലാഹു തആല ബലാഹുകളും മുസീബത്തുകളൊക്കെ സഹിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് പരീക്ഷണം കൊടുക്കും. ഫഇൻ സ്വബറ ഇജ്തബാ, അത് ക്ഷമിച്ചാൽ അല്ലാഹു അവരെ മുജ്തബയാക്കും, അല്ലാഹു അവരെ കടഞ്ഞെടുത്തവരാക്കും. ഫഇൻ റളിയ,
അള്ളാഹുവിന്റെ ആ ബലായിൽ, ആ മുസീബത്തിൽ അങ്ങ് തൃപ്തിപ്പെട്ടാൽ ഇസ്തഫാ, അള്ളാഹു അവരെ തെരഞ്ഞെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, അള്ളാഹുവിനോട് സ്നേഹം തോന്നുമ്പോൾ അങ്ങനെയാണ്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. മഅറൂഫുൽ ഖർഖി തങ്ങൾ അല്ലേ, ബഹുമാനപ്പെട്ടവരോട് ഒരു കൂട്ടം ആളുകൾ ചെന്ന് പറഞ്ഞു, ഇന്നാ നുഹിബ്ബുക യാ ശൈഖന, ശൈഖ് അവറുകൾ ഞങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെരുത്ത സ്നേഹമാണ്. എറിഞ്ഞാട്ടിയില്ലേ, കല്ലെടുത്തിട്ട് എറിഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ആളുകൾ ഓടി. ഈ വന്ന ആൾക്കാർ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ഏറുകൊള്ളുമ്പോൾ ആരാ നിന്ന് കൊടുക്കുക? ഓടിയപ്പോ പറഞ്ഞു, ഖദബത്തും വല്ലാ, നിങ്ങൾ പറഞ്ഞത് പച്ച നുണയാണ്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഏറ് നിങ്ങൾ സഹിക്കണം. അപ്പോഴല്ലേ ഇഷ്ടമുണ്ടെന്ന് പറയുള്ളൂ. നമ്മൾ ഇഷ്ടമല്ലാത്തതൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോണ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക, അവരോട് ഇപ്പൊ എന്താണ് ഇത്? അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഹുബ്ബുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, ഇഷ്ടമില്ല, അത് വിഷയാക്കരുത്. അത് ഹക്കാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ, സ്വീകരിച്ചേക്കണം. അത്രയേ ഉള്ളൂ അല്ലേ? അല്ലാഹു തആല അങ്ങനെ മനുഷ്യരങ്ങ് കടഞ്ഞെടുക്കുന്ന, അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഭയങ്കര ഒരു സെൽഫിഷ് നേച്ചറാണ് മനുഷ്യന്മാർക്ക്. മൊത്തത്തിൽ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ആയിരിക്കും. അല്ലാഹു അലം. അല്ലേ? as far as he doesn't harm me, കുഴപ്പമൊന്നുമില്ല. അത് ഹാംഫുൾ ആയി തോന്നുന്നുണ്ടോ എന്നാ പിന്നെ ശരിയാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ഹദീസുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി ഇന്നല്ലാഹ യസ്അലുക, അല്ലാഹു നിങ്ങളോട് പറയുന്നുണ്ട്, സിദ്ദീഖ് എന്നവരോട് ചോദിക്കണം, ഹൽ വജത്ത സിഹ്ഹ, ആരോഗ്യം തിരിച്ചു കിട്ടിയോ, അസുഖമൊക്കെ മാറിയോ എന്ന് നിങ്ങൾ സിദ്ദീഖ് എന്നവരോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. ആരോട് പറയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആര് ചോദിക്കുന്നുണ്ട്? അള്ളാഹു ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങളോട്, സിദ്ദീഖ് എന്നവരോട് ചോദിക്കിൻ, അല്ല അസുഖമൊക്കെ മാറിയോ? നബി ഞങ്ങൾ ചോദിച്ചു, യാ അബൂബക്കർ അമാ ബിക ഇല്ല, നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ സിദ്ദീഖ് എന്നവരെ? അള്ളാഹു ചോദിക്കുന്ന, നിങ്ങൾക്ക് അസുഖമൊക്കെ ഭേദമായോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അസുഖമുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഉണ്ട് നബിയെ, എന്റെ അണപ്പല്ലുകൾക്ക് വേദന തുടങ്ങി, പല്ലുവേദന തുടങ്ങിയിട്ട് വർഷം 7 ആയിട്ടുണ്ട്. 7 കൊല്ലമായി പല്ലുവേദനയാണ്. പക്ഷെ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പല്ലുവേദനയുള്ള വിഷയം. നമ്മുടെ മെഹബൂബായ അള്ളാഹിനെ പറ്റി ഞങ്ങളോട് പരാതി പറയാൻ പറ്റുമോ നബിയെ? ഞാനതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. നമ്മുടെ മെഹബൂബല്ലേ അള്ളാഹു, നമ്മെ പടച്ച് നമുക്ക് എല്ലാം തന്നവനല്ലേ അള്ളാഹു. ആ അള്ളാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോൾ ഞങ്ങളോട് പരാതി പറയാൻ പറ്റുമോ നബിയെ? അതുകൊണ്ട് ഞാൻ മിണ്ടിയിട്ടില്ല 7 കൊല്ലമായിട്ട്. ഇന്ന് എനിക്ക് അള്ളാഹു ശിഫ തന്നിരിക്കാൻ, അങ്ങ് ചോദിച്ച ഈ മുഹൂർത്തം എനിക്കല്ല ശിഫ തന്നിട്ടുണ്ടെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻ. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്, പരാതി പോലും പറയരുത് എന്നാ. സുബ്ഹാനല്ലാഹ്. എന്തൊരു വേദന അല്ലേ? നമ്മളങ്ങനെ ഏത് ചെറുതിൽ ഒരു ജലദോഷം പിടിച്ചാൽ നമ്മൾ നാട്ടുകാർ മുഴുവൻ അറിയാം നമുക്ക് ജലദോഷമാണ് അല്ലേ? പനി ബാധിച്ചാലും അങ്ങനെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട്, അരിനി ശഖ്സൽ ഹുമ്മ, പനി എന്ന് പറഞ്ഞ സംഗതിയുടെ രൂപം എനിക്ക് കാണിച്ചു തരുമോ? പനി വളരെ സിമ്പിൾ സാധനമാണ്, പക്ഷെ പനിയുടെ ഷഖ്സ്, പനിക്കൊരു രൂപമുണ്ടെങ്കിൽ ആ രൂപത്തിൽ എനിക്ക് കാണിച്ചു തരുമോ എന്നാ ചോദ്യം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കുതിരസവാരിക്കാരൻ വന്നു. അയാളുടെ കയ്യിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള വടിയുണ്ട്. ആ വടി കൊണ്ട് ചെടിയിൽ അടിച്ചതിന്റെ എല്ലാ ഇലയും താഴെ വീണു. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹാദൽ ഫാരിസ്, ആരാണ് ഈ കുതിരസവാരിക്കാരൻ? ഇയാൾ എന്തായി ചെയ്ത് ഈ മരം ഇങ്ങനെ അടിച്ച് തകർക്കുകയാണോ? ഖദാലികൽ ഹുമ്മ യാ റസൂലല്ലാഹ്, നബിയെ പനി ഇങ്ങനെയാണ് അങ്ങ് ചോദിച്ചിട്ടില്ലേ? ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പനി ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ സഖതത് ഖതായാ, അവന്റെ തെറ്റുകൾ മുഴുവനും ഈ ഇല വീഴുന്ന പോലെ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരാതിപ്പെടരുത് എന്നതിന് ഷർത്താണ്. ഡോക്ടറോട് പോയിട്ട് പറയാട്ടോ, ഡോക്ടറെ പനിയുണ്ട് മരുന്ന് തരണം, അത് പറയാം. പക്ഷെ ആളുടെ മുഴുവൻ എന്ത് ചെയ്യണ്ട? പരാതി പറയരുത്. പരാതി പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ കൂലി നഷ്ടപ്പെടും. കുഴപ്പമൊന്നുണ്ടായില്ല, പനി മാറിയെന്ന് വരും, മാറിയില്ല എന്ന് വരും. പക്ഷെ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണോ? പരാതിപ്പെടരുത്. സിദ്ദീഖ് എന്നവർ പറഞ്ഞില്ലേ, മെഹബൂബായ അള്ളാഹിനെ പറ്റി ഞാൻ എങ്ങനെ പരാതി പറയാം? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സുഫിയാനു സൗരി തങ്ങൾ, മഹാനായ സുഫിയാനു സൗരി റഹ്മഹുല്ലാഹ്, അന്നൊരിക്കൽ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ അരികത്ത് ഇരിക്കുമ്പോൾ
അവർ ചോദിച്ചു, അല്ലാഹുമ്മ ർസുഖ്നാ റിളാക്, പടച്ചവനെ നിന്റെ തൃപ്തി നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. നമ്മൾ ചോദിക്കാറില്ല അല്ലാഹുവിനോട്, പടച്ചവനെ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണം. അപ്പോൾ റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹ മഹദി ചോദിച്ചു, അമാ തസ്തഹി, നിങ്ങൾക്ക് നാണം തോന്നണില്ലേ? അല്ലാഹുവിനോട് പൊരുത്തത്തെ ചോദിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ പറ്റി പൊരുത്തപ്പെട്ടോ? അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് മുഴുവൻ നിങ്ങൾ പൊരുത്തപ്പെട്ടോ? അള്ളാഹു തരുന്ന മുസീബത്തും അള്ളാഹു തരുന്ന രോഗവും അള്ളാഹു തരുന്ന വിഷമവും അതൊക്കെ നിങ്ങൾ തൃപ്തിപ്പെട്ടോ? അള്ളാഹിനോട് തൃപ്തിയെ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹിനെ പറ്റി തൃപ്തിപ്പെടണ്ടേ? എങ്ങനെയാണ് തൃപ്തിപ്പെടേണ്ടത് റാബിഅത്തുൽ അദവിയ്യ എന്ന് ചോദിച്ചപ്പോൾ മഹദി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദി പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തതസാവാ അൽ മുസീബത്തു വൻ നിഅമതു ഇൻദക. നിഅമത്തും മുസീബത്തും രണ്ടും നിങ്ങളുടെ അടുത്ത് ഒരുപോലെയാവുക. നിങ്ങളുടെ ഇദാ കാന സുറൂറുക ബിൽ മുസീബ കസുറൂരി ബിൻ നിഅമ, അല്ലാഹു തആല ഒരു നിഅമത്ത് തന്നാലുള്ള സന്തോഷം പോലെ ഒരു മുസീബത്ത് ഉണ്ടായാലും സന്തോഷം ഉണ്ടാവുക. അപ്പോഴേ അള്ളാഹിനെ പറ്റി തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ? അള്ളാഹു ഒരു നിഅമത്ത് തരുമ്പോൾ സന്തോഷമല്ലേ? ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, ഓൽക്ക് അതിന്റെ ആ റാഹത്ത് അറിയുള്ളൂ. വലിയ ഉദാഹരണം അത് തന്നെയാണ് അല്ലേ? യാ അല്ലാഹ് പാസ്സായി എന്ന് എഴുതി കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ്, എന്നാ ഞാൻ എത്തിങ്ങാനെ കുറിച്ച് ആക്ക് പഞ്ചാര കൊടുക്കാം, അരി കൊടുക്കാം, എന്തോ ഒരു റാഹത്താ. ഫെയിലായാലും ആ സന്തോഷം വരണം, അപ്പോഴേ അള്ളാന്റെ ഖളാൽ തൃപ്തിപ്പെട്ടു എന്ന് പറയുള്ളൂ. കഷ്ടകാല പോലീസ് ഓഫീസർ തീരെ കണ്ടിട്ടില്ല ഞാൻ ഡ്രൈവ് ചെയ്ത്, അവർക്കിതറിയാം. അവർ കൊല്ലങ്ങളായി വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, അവർക്കറിയാം നമ്മൾ ഓടിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോഴേ ഫെയിലാക്കുന്നത്. നമുക്കപ്പോൾ അവരെ ചീത്ത പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? നമ്മൾ പറയും മുപ്പര് തീരെ നോക്കി, മുപ്പരപ്പോൾ ഫോണിൽ സംസാരിക്കുന്നത്. അതൊന്നുമല്ല, അവർക്ക് എക്സ്പേർട്ടുകൾക്ക് അതിനൊന്നും കുഴപ്പമില്ല, അവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഫെയിലാകുമ്പോഴേക്കും നമ്മൾ ആരൊക്കെയോ പഴിചാരുന്നുണ്ട്, ആരൊക്കെയോ ദേഷ്യപ്പെടുന്നുണ്ട്. നിഅമത്ത് കിട്ടുമ്പോൾ എന്തൊക്കെ സന്തോഷമുണ്ടോ അതുപോലെ അള്ളാഹു പരീക്ഷണം തരുമ്പോൾ സന്തോഷിക്കണം. നമ്മൾ അങ്ങനെ കടപ്പെട്ടവരാണ്. എന്തേ കാരണം? റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവാണ് പരീക്ഷിക്കുന്നത്. കാരുണ്യവാനാണ് നിങ്ങൾക്ക് പ്രയാസം തരുന്നത്. കാരുണ്യവാനാണ് നിങ്ങളോട് പ്രയാസമുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തുന്നത്. കാരുണ്യവാനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു കാണാത്ത കുഷ്ഠരോഗം പിടിപെട്ട ഫാലജ് എന്ന് പറഞ്ഞാൽ പാരലൈസ് ആയി പോകുക, ഒരു ഭാഗം കുഴഞ്ഞു പോവുക. അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തുകൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാ ബിഹി കസീറൻ മിനൻ നാസ്. പടച്ചവനെ, ഒരുപാട് ആളുകൾക്ക് നീ പല മുസീബത്തും കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് നീ അതൊന്നും തന്നിട്ടില്ലല്ലോ പടച്ചവനെ, അൽഹംദുലില്ലാഹ്. ആരായി പറയണത്? കണ്ണില്ല, 2 കണ്ണും പോയിട്ടുണ്ട്, കുഷ്ഠരോഗം വന്നിട്ടുണ്ട്, അബ്റസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് അസുഖവും വന്നിട്ടുണ്ട്, പിന്നെ കുഴഞ്ഞു കിടക്ക, ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാ ബിഹി കസീറൻ മിനൻ നാസ്. ഒരുപാട് ആളുകൾക്ക് നീ പല പരീക്ഷണം കൊടുത്തില്ലേ, അതൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ പടച്ചവനെ, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി അല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, യാ അബ്ദല്ലാഹ്, നിങ്ങൾക്കില്ലാത്ത ഒരു മുസീബത്ത് ഏതാണ്? നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് അള്ളാഹു ആഫിയത്ത് തന്നത്? എല്ലാ മുസീബത്തും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് എനിക്കതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ അസുഖം എന്താന്ന് ചോദിച്ചു. യാ നബി അല്ലാഹ്, ഈസാ നബിയെ, അമാ ജഅല ഫീ ഖൽബി മഅരിഫത്തല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു എനിക്ക് തന്നില്ലേ? ഇത് പലർക്കും ഇല്ലല്ലോ. പിന്നെ അസുഖം, അത് സാരല്ല, അൽഹംദുലില്ലാഹ്. എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അവൻ തന്നിട്ടില്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എൻ്റെ കൽബിൽ അള്ളാഹു തന്നി, ഇത് പലരുടെ കൽബിലും ഇല്ലല്ലോ. അപ്പൊ അവരെക്കാളൊക്കെ മെച്ചം ഞാൻ തന്നെയല്ലേ, അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര സംഭവങ്ങളിൽ കാണാൻ കഴിയും. റഹ്മാനു ബിദുർരിൻ, കാരുണ്യവാൻ എന്തെങ്കിലും പരീക്ഷിക്കുമ്പോഴേക്കും അത് കരുണാവാനായ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമ നൽകുമാറാകട്ടെ.
ഇൻ യുരിദിർ റഹ്മാനു ബിദുദ്ദിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. കാരുണ്യവാനായ അല്ലാഹു എന്തെങ്കിലും എനിക്ക് പ്രയാസങ്ങൾ അല്ലാഹു വരുത്തി വെക്കുകയാണെങ്കിൽ ഈ ദൈവങ്ങളൊന്നുമേ എനിക്ക് സഹായിക്കാനുണ്ടാവില്ലല്ലോ. ഈ ഇലാഹുകൾ, ആരാധ്യർ, ആരാധിക്കപ്പെടുന്നവർ, ഷഫാഅത്ത് എനിക്ക് ഉപകാരപ്പെടില്ല. ഷഫാഅത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഷഫാഅത്ത് ചെയ്യുന്ന ആള് ആരോടാണോ ഷഫാഅത്ത് ചെയ്യുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളാവണ്ടേ, അപ്പോഴല്ലേ ഷഫാഅത്ത് ഉപകരിക്കുള്ളൂ. ഈ ആലിഹത്തുകൾ അള്ളാഹുവിന് അവരെ ഇഷ്ടമല്ലല്ലോ. അവര് ഇലാഹുകളാണെന്ന് പറഞ്ഞവരല്ല, ജനങ്ങൾ അവരെ ഇലാഹുകളാണെന്ന് അവരോധിച്ചവരാണ്, അവരോധിക്കപ്പെട്ടവരാണ് ഇവർ. അതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരിക്കലും അവരുടെ ഷഫാഅത്ത് സ്വീകരിക്കുകയില്ല. വലാ യുൻഖിദൂൻ. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ തൗഹീദിൽ നിന്ന് ഞാൻ അങ്ങ് പിന്മാറുന്ന പക്ഷം വ്യക്തമായ വഴികേടിലായി പോകുമല്ലോ ഞാൻ. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. രക്ഷിതാവായ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ജനങ്ങളെ. ഫസ്മഊൻ, നിങ്ങൾ അതിന് സാക്ഷികളാകുവിൻ. കേൾക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാക്ഷികളാകുവിൻ. ഖീല ദുഖുലിൽ ജന്നഹ്. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും അവിടെ കൂടിയ ആളുകൾ പ്രവാചകന്മാരെ മാറ്റി നിർത്തി മഹാനായ ഹബീബ് നജ്ജാർ അവരുടെ എതിരെ തിരിഞ്ഞു. ബഹുമാനപ്പെട്ടവരെ, ഒരാൾ തന്റെ കാലുകൊണ്ട് വയറിനെ ചവിട്ടി, ആ ചവിട്ടലിലാണ് ബഹുമാനപ്പെട്ടവരുടെ കുടൽമാലകൾ പോലും പുറത്തു വന്ന് വഫാത്തായത് മഹാനായ ഹബീബ് നജ്ജാർ റളിയല്ലാഹു തആല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ലാഭത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യണ്ട. ഏത് നിസ്കരിച്ചാൽ എൻ്റെ ജോലി ശരിയാവും, അതിനല്ല നിസ്കരിക്കുന്നത്. നോമ്പ് നോറ്റാൽ, സ്വലാത്തില്ലാൽ, അല്ലെങ്കിൽ ദിക്റിന്റെ സദസ്സിൽ പോയി ഇരുന്നാൽ എൻ്റെ കടക്ക വേം വീടും, അത് ചിലപ്പോൾ വീടില്ലാന്ന് വരും. അതിനല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ മഹബത്തിന് വേണ്ടി അത് ചെയ്യേണ്ടത്. ഞാൻ അള്ളാഹുവിൻ്റെ മഹബത്തിന് വേണ്ടി ചെയ്യാണ്. ഇങ്ങനെ തൗഹീദിന് വേണ്ടി പടപൊരുതിയ ഒരു മഹാനുഭാവനെ അള്ളാഹു തആലക്ക് ഉയർത്തി രക്ഷപ്പെടുത്തിക്കൂടായിരുന്നു. പക്ഷെ അള്ളാഹു കൊടുത്തത് എന്താ? ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ജനങ്ങൾ അറ്റാക്ക് ചെയ്തു, ജനങ്ങൾ ആക്രമിച്ചു. ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാർ റളിയല്ലാഹു തആല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തണ്ടേ? അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. ഇവിടെ ഫിൽ ആഖിറ, ദുനിയാവിൽ മനുഷ്യരുടെ കയ്യിൽ അവരെ ബഹുമാനപ്പെട്ടവർ അവരുടെ അക്രമത്തിന് വിധേയരാവുകയാണ്. പക്ഷേ ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇങ്ങനെ ചെയ്താലും അള്ളാഹു ഇന്ന് പരീക്ഷണം വരാം. മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും അള്ളാഹു പരീക്ഷിച്ചേക്കും. നമ്മൾ ഉപകാരത്തിന്റെ പേരിൽ ചെയ്യരുത്, അതാണ് വിഷയം. നമ്മുടെ നിയ്യത്തുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് എന്താ? നിസ്കാരം കഴിഞ്ഞാലൊക്കെ ദുആ ചെയ്ത് അവിടെ ദിക്ർ ചൊല്ലിയിരിക്കുന്ന ആൾക്കാരൊക്കെ അധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരാ. ഒരു പ്രയാസം, ഒരു കാര്യമായ കുഴപ്പമൊന്നും ജീവിതത്തില്ല, അവരൊക്കെ എഴുന്നേറ്റ് ഓടുകയാണ്. കുറച്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ കുറച്ചു നേരം ചെലവഴിക്കുന്ന ദിക്റിന്റെയോ ദുആഇന്റെ സദസ്സിലേക്ക് എത്തുന്നവർ, ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാത്തവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. അധിക പേരും മനുഷ്യരുടെ പ്രകൃതം അങ്ങനെയാണ്. ഇദാ മസ്സഹു ശർ ഫദു ദുആഇൻ അരീദ്. പ്രയാസം വന്നാൽ നമ്മൾ ഒരുപാട് ദുആ ഇറക്കും. പ്രയാസങ്ങളൊന്നില്ലേ, നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന് വേണ്ടി, പ്രവാചകന്മാർക്ക് വേണ്ടി വാദിച്ച് ജനങ്ങളോട് പടപൊരുതി, ജനങ്ങളോട് ഹക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അള്ളാഹു തആല കൊടുത്ത ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വം കൊടുത്ത് അവർ ലോകത്തോട് വിട പറയുമ്പോൾ ഖീല ദുഖുലിൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്നവിടെ വിളിച്ചു പറയപ്പെട്ടു. ആര് പറഞ്ഞു എന്ന് പറഞ്ഞോ? ഇല്ല. അത് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ നിന്ന് മനസ്സിലാവും. എവിടുന്നാണ് ഈ പറഞ്ഞത്? ഖീല ദുഖുലിൽ ജന്നഹ്. അള്ളാഹു അവരോട് പറയപ്പെട്ടു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവീൻ. ആരാത് പറയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഖീല ദുഖുലിൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് കടന്നേക്കൂ എന്ന് പറയപ്പെട്ടു. അള്ളാഹുവിന് പറയാം, അള്ളാഹ് എൻ്റെ മലക്കുകൾ അവരോട് പറഞ്ഞു എന്ന്. പക്ഷെ അള്ളാഹു ഖീല, ഖുർആൻ പഠിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. എല്ലാം വ്യക്തമാക്കി അള്ളാഹിന്റെ കലാമിൽ പറഞ്ഞാൽ വരും തലമുറക്ക് ഈ കിതാബ് ജാമിദാണെന്തോ ഇതിരിഞ്ഞു. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? കുട്ടികൾ പറയില്ലേ, ആ ബുക്ക് ഞാൻ പഠിച്ചുമ്മ, അപ്പൊ മറ്റേതോ അതും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പരീക്ഷ എഴുതിയാൽ മതി.
ഖുർആൻ അങ്ങനെയല്ല, എന്നും ഒരുപാട് ഇന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഖുർആൻ്റെ വലിയ പ്രത്യേകത നമ്മളിപ്പോൾ എന്നൊക്കെ പറയുന്നു, ഈ ആയത്തിപ്പോൾ ഒരു ആലിമായ ഒരു വലിയൊരു പണ്ഡിതൻ വന്ന് ഇവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് ഒരുപാട് വേറെയും പഠിക്കാനുണ്ടാവും. അത് വേറെ ആൾ വന്ന് പറയുമ്പോൾ അതിലും ഉണ്ടാവും പഠിക്കാൻ. ഓരോരുത്തരും അവരുടെ ഹൃദയത്തിനുള്ള തഖ്വക്കനുസരിച്ചും അള്ളാഹു തരുന്ന ഹിദായത്തിനനുസരിച്ചും നമ്മൾ കിട്ടുന്ന അറിവാണ് നമ്മൾ പറയുന്നത്. അതിനപ്പുറത്ത് ഒരുപാട് കിടക്കുകയാണ്. ഖുർആൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യരുത്, നമ്മളത് ഡിക്ഷണറി വായിച്ച് അർത്ഥം വെച്ച് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഇത് യുഫസ്സിറു ബഅ്ദുഹു ബഅ്ള, ഖുർആന്റെ ബഅ്ള്, ഖുർആന്റെ ചിലതിനെ വ്യാഖ്യാനിക്കും. ഇവിടെ ഖീല പറയപ്പെട്ടു, ഇതിന് മറുപടി ഖുർആൻ തന്നെ തരും. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ഇതിന്റെ വ്യാഖ്യാനം അവിടെ കിട്ടുക. ഇനി ഇതിലെ വ്യാഖ്യാനം ഹദീസിൽ വരും. ഹദീസിൽ പറഞ്ഞ ചില വിഷയത്തിന്റെ വ്യാഖ്യാനം അള്ളാന്റെ കലാമൊന്നും കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുത്താൽ പറയാം നമ്മൾ നുണ പറയാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനെ സംബന്ധിച്ച്, ഉമ്മയെ സംബന്ധിച്ചുള്ള സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിനെ കുറിച്ച് അങ്ങ് ചർച്ച ഉണ്ട്. ചില ആളുകളൊക്കെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, കുറച്ച് എങ്ങനെ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ പറയണത്. ഹദീസിലെ വ്യക്തമായ പച്ചയായ വാക്കുകളെ അങ്ങനെ അർത്ഥം വെച്ചുകൂടാന്ന് ആർക്കാണ് ഇപ്പോൾ അറിയാത്തത്? ഇന്ന അബി വ അബാക ഫിന്നാർ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഉമ്മ വാപ്പി നിങ്ങളെ വാപ്പി നരകത്തിലാണ്. പക്ഷേ അതിന് അങ്ങനെ അർത്ഥം വെച്ചുകൂടാന്ന് ഉലമാ പറയാം, പണ്ഡിതന്മാരെ പറയാം, നമ്മളങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല. വാക്കർത്ഥം അതല്ലേ ആണ്. അപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് നുണ പറഞ്ഞു എന്നൊക്കെ പറയാം. മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലേ? അത് ഇൻ അസബ്തു ഫമിനല്ലാഹ് വ ഇൻ അഖ്തഅതു ഫമിന്നി വമിനശ് ശൈത്വാൻ. പക്ഷേ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയരുത്. അല്ലാഹു തആല പറയാണ് യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹിന്റെ കൈ സംഘശക്തിയുടെ മേലുണ്ട്. നമ്മളതിന് കയ്യെന്ന് അർത്ഥം വെക്കൂല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്നാ പറയേണ്ടത്. അവിടെ അള്ളാഹിന്റെ റഹ്മത്ത് എന്നാ പറയാ. നമുക്ക് പറയാൻ പറ്റും അള്ള പറഞ്ഞു കയ്യെന്ന്, മൂപ്പര് പറഞ്ഞു അള്ളാഹിന്റെ ഖുദ്റത്ത് എന്ന് പച്ച നുണ പറയണം അള്ളാഹിന്റെ പേരിൽ. അങ്ങനെ പറയാൻ പറ്റില്ല. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു അവന്റെ അർശിന്മേൽ ഇരുന്നു എന്ന വാക്ക് അങ്ങനെ തോന്നിപ്പോവും. പക്ഷെ ഇരുന്നു എന്ന് പറയാൻ പാടില്ല. അവിടെ ഇസ്തൗല എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹ് അങ്ങനെ പറയുന്നു. പിന്നെ നുണ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്. ആരാണ് ഇങ്ങനെ വെറുതെ വിഷയങ്ങൾ പഠിക്കാതെ എന്തെങ്കിലും ഇത് ഇട്ടിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് മനുഷ്യന്മാരെ ഫിത്തനാക്കുന്ന ആൾക്കാരുണ്ട്. പൊന്നു സഹോദരന്മാരെ, തെറ്റിദ്ധരിക്കപ്പെടരുത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞതാണെങ്കിൽ അത് എന്നോട് പറഞ്ഞ് തെറ്റിത്തരാതെ നിങ്ങൾ യൂട്യൂബ് കടത്തിവിട്ട് എന്താർക്കും അറിയാം. കുറേ ആളുകൾക്ക് വലിയ പ്രയാസം വരും. വളരെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പടച്ചോനെ ഇത് നുണ പറഞ്ഞോ മൂല്യരും തോന്നിപ്പോവില്ലേ? മഅദല്ലാഹ്, മുഅ്മിനീങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യൂല. ആ ഹദീസിന് അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല എന്ന് ഉലമാ ചർച്ച ചെയ്ത വിഷയമാണത്. അതിൻ്റെ പേരിൽ അതിനെ വ്യാഖ്യാനിക്കണം. അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഇല്ലം യഗ്ഫിർ ലഹു, എൻ്റെ വാപ്പാക്കോ നിങ്ങളെ വാപ്പ അല്ല പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക. എന്തെങ്കിലും ഒരു വ്യാഖ്യാനിക്കാതെ പച്ചയിൽ അർത്ഥം വെച്ചുകൂടാൻ. ആ ഹദീസ് സ്വഹീഹാണ്. പക്ഷെ നബിൻ്റെ ഉമ്മി വാപ്പി നരകത്തിലാന്ന് പറയാൻ പാടില്ല. സൂഉൽ ഖാത്തിമത്ത് വരെ വരുന്ന ഗുരുതരമായ തെറ്റാണെന്ന. അപ്പോൾ നമ്മൾ ഈ വിഷയം നമ്മൾ അങ്ങനെ പറയും, അത് മുഴുവൻ മനസ്സിലാക്കാതെ എന്താണ് എനിക്ക് മനസ്സിലാക്കി ഭയങ്കര വിഷമം തോന്നും. ആളുകൾ തീരെ വിവരമില്ലാതെ ഹദീസും ഖുർആനും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് പഠിക്കുന്ന ആളുകൾ, ആലിമീങ്ങളായ ആളുകൾക്ക് വിട്ടുകൊടുക്കും. അവർ പറയട്ടെ, അവർ പറഞ്ഞോല് തെറ്റിപ്പോയി, അവരും പടച്ചോൻ തമ്മിലായിക്കോട്ടെ. എന്നല്ല നമ്മൾ റൂമിലിരുന്നിട്ട് എന്ത് ചെയ്യണ്ട, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വിടണ്ട. അതിൽ ഹക്കും ബാത്തിൽ എന്താന്ന് വിടണോന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും വചനങ്ങളെ ഹദീസ് കൊണ്ടോ ഖുർആൻ കൊണ്ടോ നോക്കണം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കണം. വേറെയും ഹദീസുകൾ വരും, വേറെയും ആയത്തുകൾ വരും. അള്ളാഹിന്റെ റസൂലും ഉമ്മി വാപ്പയും രക്ഷപ്പെട്ടവരാണെന്ന് പറയുന്ന ഹദീസുകളില്ലേ, അതൊക്കെ നുണയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇല്ല. അത് ഖുർആനിൻ്റെ മറ്റായത്തുകളുമായി ബന്ധിപ്പിക്കണം. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടേ അർത്ഥം വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഇത്രയും വിശദീകരണം മുഴുവൻ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സൗകര്യപ്പെട്ടില്ല എന്ന് വന്നേക്കും. അപ്പോഴേക്കും അടിച്ചു കയറി ഇത് ലാബിലിട്ടിട്ട് നോക്കുകയാണ്. ഈ മറ്റേ രക്തം പരിശോധിച്ച ലാബിൽ എന്തെങ്കിലും വല്ല സുബ്ഹാനല്ലാഹ്, അങ്ങനെയും ചെയ്യരുത്. അത്തരം ആളുകളോട് ഞാൻ വളരെ, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, എന്ത് ചെയ്യണം, വിഷയങ്ങളൊന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷെ വിവരക്കേട് പറയരുത്. വിവരക്കേട് പറഞ്ഞൊന്നും പറയരുത് വിവരം അറിയാതെ. അപ്പോ ഈ ഖീലക്ക് അള്ളാഹു ഒരു ഖാല മറുപടി വേറെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. മരിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചത്, ഇസ്തഖാമു, നേരായ വഴിയിൽ ജീവിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അവർ പറയുന്ന വാക്കെന്താ, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കല്ലിൻ, വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടല്ലിൻ,
വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, സന്തോഷിച്ചോളൂ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് മാലാഖമാർ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എത്രയോ മഹത്തുക്കൾ, എത്രയോ ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്. എത്രയോ മഹത്തുക്കൾ നമുക്ക് അടുത്തറിയുന്നതാ. മഹാനായ ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹുയുടെ ഖബറിലും സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. വഫാത്താകുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തു പോകിൻ, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്, അവർ സ്ഥലമല്ല, പുറത്തു പോകിൻ. ഇവിടെയുള്ള ആളുകളോടൊക്കെ എന്നെ പഠിപ്പിച്ച ഉസ്താദ് അവിടെ ഉണ്ട്. ആ സമയത്ത് ഞങ്ങളോട് ഉസ്താദ് നേരിട്ട് പറഞ്ഞ വിഷയം പിറ്റേന്ന് രാവിലെ ദർസിലേക്ക് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദാറുദയെ പഠിക്കുമ്പോൾ ശംസുൽ അങ്ങനെ പറഞ്ഞു, പുറത്തു പോകിൻ, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്, സ്ഥലം ഒഴിഞ്ഞൊടുക്കിൻ. അപ്പം ആരാ വരുന്നത്? എല്ലാവരും മാറി, ഇവിടെ ആരും വന്നിട്ടില്ല. ഇനി വരാനുള്ളവർ ആരാണ്? അള്ളാഹുവിൻ്റെ മലക്കുകളായിരിക്കണം. നമുക്കറിയില്ല, മലക്കുകളായിരിക്കണം. അത് കഴിഞ്ഞ് ആ വാങ്കുവിളിയും കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അന്തസ്സിൽ വഫാത്തായ മഹാനായ ശംസുൽ ഉലമ നവ്വറ അല്ലാഹു മർഖദ, സമസ്തകേരള ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത മഹാൻ. ഇസ്തിഖാമത്ത്, ഒരു മനുഷ്യൻ നേർവഴിയിലാണെന്ന് അറിയാനുള്ള വഴി മരണം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കലാണ്. എന്നാലും നമുക്കൊന്നും സംവാദങ്ങൾ നോക്കിയിട്ടൊന്നും ഹക്ക് മനസ്സിലാക്കാൻ പറ്റൂല. സംവാദം കേട്ടിട്ടോ പറഞ്ഞിന് മറുപടിക്ക് മറുപടിയോ ക്ലിപ്പിന് ക്ലിപ്പോ അതിൻ്റെ അപ്പുറത്ത് ക്ലിപ്പ്, ഇത് കേട്ടിട്ടൊന്നും നമുക്ക് ഹക്കുമാത്തിൽ മനസ്സിലാവില്ല. ഒരു മനുഷ്യന്റെ മരണം എങ്ങനെ സംഭവിച്ചു, മരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അത് നല്ല നിലക്ക് മരിച്ചോ ആ മനുഷ്യൻ കടന്നു വന്ന വഴി ശരിയാണെന്ന് അവിടെ ബോധ്യപ്പെട്ടു. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. സാധാരണക്കാർ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയില്ലേ, അതും പണ്ഡിതന് ഇതും പണ്ഡിതന്, ഇവർ പറയണത് ഖുർആൻ, ഇത് പറയുന്നത് ഹദീസ്, നമ്മളിപ്പോൾ ഏതാ ചിന്തികരിക്കാൻ? ആ മനുഷ്യനെ നോക്ക്, ആളെ നോക്ക്, ഇവർ ജീവിച്ച വഴി ഏതാണ്, അവർക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അവർ കഴിഞ്ഞു പോയത്. മരണം വരെ ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ട. മരണം വരെ നമ്മൾ ആരും പുണ്യാളന്മാരാണെന്ന് ആരെ പറ്റി പറയാൻ പറ്റൂല. മരണം ശരിയാകുന്നവരെ ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടിയിട്ടുണ്ടോ, നല്ല നിലക്ക് വഫാത്തായിട്ടുണ്ടോ, അള്ളാഹു അത് അവർ നല്ലവരാണെന്നതിന്റെ സൂചനയാണത്. കലിമ ചൊല്ലാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടോ, പ്രത്യക്ഷമായ അടയാളമാ. ഒരാൾ കലിമ ചൊല്ലാതെ മരിച്ചു എന്ന് വിചാരിക്കുക, മോശം വിചാരിക്കരുത്, അവർ ചൊല്ലിയിട്ടുണ്ടാവും മനസ്സിൽ, അല്ലേ? പക്ഷെ കലിമ ചൊല്ലാതെ മരിച്ചാൽ മുഅ്മിനാണ്, കലിമ ചൊല്ലി മരിച്ചാൽ മുഅ്മിനാണെന്ന് ഉറപ്പാണ്. ഇതാണ് വിഷയം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും നേർവഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വന്നിട്ട് പറയും, സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലേ, ഞാൻ പോരാണെന്ന് പറയും. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ആർക്കാ നബിയെ മരിക്കാൻ ഇഷ്ടമുണ്ടാവുക? കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരണം വെറുപ്പാണല്ലോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയും, ആയിഷ ബീവി, അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. മരണം ആസന്നമായാൽ അല്ലാഹുവിന്റെ മാലാഖമാർ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ, സ്വർഗ്ഗത്തിന്റെ അവർ പോകുന്ന സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബല, ഞാൻ വരുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നരകത്തെ കാണിച്ചു കൊടുക്കും ചില ആളുകൾക്ക്, ഞാനങ്ങോട്ടില്ല, ആ ഇല്ല എന്ന് പറയുന്നവരെ അല്ലാഹുവിനും ഇഷ്ടമല്ല. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമുണ്ടോ, അള്ളാഹുവിന് അവരെ കാണാനും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ തോന്നുന്നു വളരെ നല്ല മനുഷ്യന്മാർ അള്ളാഹു പെട്ടെന്ന് മരിപ്പിച്ച് കൊണ്ടുപോകും. ആളുകൾ പറയും, നല്ല മനുഷ്യന്മാരല്ലേ അള്ളാഹുക്കും വേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടം അവരെ തന്നെയല്ലേ, അവരൊക്കെ പെട്ടെന്ന് കൊണ്ടുപോവാണ് അല്ലേ. കുറേ ആൾക്കാരുണ്ടാവും ഫിത്നയും ദുൽമും ചെയ്ത് പഠിച്ചോനെ ഇത് മരിച്ചിട്ട് എത്ര റാഹത്തുണ്ടായിരുന്നു വിചാരിക്കുന്നവർ, അല്ലേ? അങ്ങനെ ആരെപ്പറ്റി വിചാരിക്കരുതേ. ഒരൊറ്റ മരിക്കണമില്ല, ഓൽക്കറ്റ ആയുസ് കൂടി കൂടി വരികയാണ്. ദുനിയാവ് അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പല അത്ഭുതങ്ങളുണ്ടാവും. അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ അവരെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന പോരിനുണ്ടോ എന്ന്. അങ്ങനെ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവരോട് ഖീല, അവരോട് പറയപ്പെട്ടു. ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു. ഖുർആന്റെ മറ്റൊരായത്തെ വ്യാഖ്യാനിക്കുക, ഉദ്ഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടന്നേക്കോ. അല്ലാഹ് മരിക്കുമ്പോൾ പറയാണ് സ്വർഗ്ഗത്തിലേക്ക് പോരിൻ, സ്വർഗ്ഗത്തിലേക്ക് പോരിൻ എന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണ്? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമൂഹം ഇതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ മരിച്ചിട്ടുണ്ട്, എന്നെ അവർ കൊല ചെയ്തവരാണ്, ഞാൻ അവരുടെ ശിക്ഷയ്ക്ക് വിധേയനായവനാണ്, എന്നെ അവർ ആക്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തന്നത്, ഞാൻ അവനെ
ഞാനിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിവരം ഞാൻ ഈ മരിക്കുന്ന നേരത്ത് എന്നോട് പറയപ്പെട്ടത് എന്റെ സമൂഹം ഒന്നറിയാനിടയായിരുന്നെങ്കിൽ അവർ നന്നായേനെ, അവർക്ക് വിശ്വസിക്കാൻ അത് വഴിയായേനെ. പടച്ചോനെ, എന്റെ ജനങ്ങൾ ഇത് അറിഞ്ഞില്ലല്ലോ റബ്ബേ. ഖാല യാ ലൈത ഖൗമി യഅലമു, മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണെന്നാണ്. അതുകൊണ്ട് ഉലമാ പറയും ഹബീബുൻ നജ്ജാർ ദആ ഇലല്ലാഹി ഹയ്യൻ വമയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും അല്ലാഹുവിലേക്ക് ആളെ ക്ഷണിച്ച മഹാനാണ്. മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണിത്. അങ്ങനെ ചില ആളുകളുണ്ട്. അർബഉൻ, ചില 4 മഹാന്മാരെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്ന 4-ലേറെ ആളുകളുണ്ട്. മൻ തകല്ലമ ബഅദൽ മൗത്ത്, മരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചവരുണ്ട്. ചരിത്രത്തിലെ വളരെ അപൂർവമായ ചില മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവർ ഖാല, പറഞ്ഞു, മനസ്സുകൊണ്ട് പറഞ്ഞതാവാം, ചിന്തിച്ചതാകാം, പ്രത്യക്ഷാർത്ഥത്തിൽ പറഞ്ഞു എന്നവര്. ഉലമാ പറയുന്നു ഹയ്യൻ വമയ്യിത, മരിച്ചപ്പോഴും ദഅവത്ത് ചെയ്തവരാണ്. ആ ദഅവത്തിന്റെ വാക്കാണിത്. യാ ലൈത ഖൗമി യഅലമൂൻ, എന്നെ ആക്രമിച്ച എന്റെ സമൂഹത്തിന് ഈ ഒരു വിവരം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. ഞാൻ സ്വർഗത്തിലേക്കാ പോകുന്നത്, ഈ ഖൗമ് നരകത്തിലേക്കാണല്ലോ റബ്ബേ പോകുന്നത്. എനിക്ക് സ്വർഗം കിട്ടി ഈമാന കൊണ്ട്. ഇതെന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇതെന്റെ ജനങ്ങൾക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. എന്താ അറിയേണ്ടത്? ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു എനിക്ക് പുറത്തു തന്നതും അവൻ എന്നെ ആദരിക്കപ്പെട്ടവരിലേക്ക് ചേർത്തിയതും എന്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താണ്? ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതും, വജഅലനി മിനൽ മുക്രമീൻ, ആദരവുള്ളവരിൽ എന്നെ പെടുത്തിയതും. ഇപ്പൊ പുറത്തു തരാന്ന് ആദ്യം പറഞ്ഞു, ബഹുമാനിച്ചത് ശേഷമാ പറഞ്ഞത്. എന്താ ഇപ്പൊ അങ്ങനെ വരിക? അള്ളാഹു ബഹുമാനിക്കുമ്പോഴല്ലേ പുറത്തു കൊടുക്കുക അല്ലേ? അതിന് ഉദാഹരണം മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യയിൽ ഒരു ഭാഗം പറയുന്നുണ്ട് ആ വിഷയം. അവർ പറയാണ്, നമ്മളൊരു വസ്ത്രം ഇസ്തിരിടാൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു വസ്ത്രം ഇസ്തിരിട്ട് കിട്ടണമെങ്കിൽ, അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ, അത് നേരെ പോയി അയൺ ചെയ്യല്ല ചെയ്യുക. അത് വാഷ് ചെയ്യാനുള്ളതാണെങ്കിൽ വാഷ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അയൺ ചെയ്യുക അല്ലേ? വാഷ് ചെയ്യാതെ അയൺ ചെയ്യില്ലല്ലോ. അതിന്റെ മുമ്പ് വാഷിങ് കഴിഞ്ഞിട്ട് വൃത്തിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ അയൺ ചെയ്യുന്നത് വസ്ത്രത്തെ അലങ്കരിക്കലാണ്. ചളി ഉണ്ടായിരിക്കുമ്പോൾ അലങ്കരിച്ചിട്ട് എന്താ കാര്യം അല്ലേ? ചളി ഉണ്ടായിരിക്കെ അലങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യം ചളി നീക്കലാണ് ആവശ്യം. ബിമാ ഗഫറ ലി, തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു നിന്ന് ശുദ്ധിയാക്കലാണ് ആവശ്യം. പിന്നെയാണ് അല്ലാഹു ബഹുമാനിച്ച് ഉയർത്തുന്നത്. ബിമാ ഗഫറ ലി റബ്ബി, അല്ലാഹു മഗ്ഫിറത്തും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന പാപമോചനം. കാരണം പാപങ്ങളുള്ള ആളുകൾക്ക് അത് കഴുകി ശുദ്ധിയാക്കണം. അത് അല്ലാഹു ശുദ്ധിയാക്കി തന്ന് പിന്നെയാണ് അല്ലാഹു ഉയർത്തേണ്ടത്. അപ്പോൾ ആദ്യം ശുദ്ധിയാക്കൽ, പിന്നെ അതിനെ ആദരിക്കൽ. ഈ രീതിയിലാണ് ഈ ആയത്ത് പോകുന്നത്. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു പുറത്തു തരികയും ഇക്റാം ചെയ്യുകയും ചെയ്യുന്ന മഹത്തുക്കളിൽ അല്ലാഹു നമ്മയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവൻ സ്വർഗത്തിലേക്ക് കടന്നു, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ ഒരു ചരിത്രം നബിയെ, ഈ അസ്ഹാബുൽ ഖറിയത്തിന്റെ ചരിത്രം നിങ്ങൾ മക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. സൂറത്ത് അസ്ഹാബുൽ ഖറിയ, വദ്രിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ, ഇവിടുന്ന് തുടങ്ങി ഈ പേജ് അവസാനിക്കുന്നതുവരെ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവരുടെ ചരിത്രമാണ് ഈ പറഞ്ഞത്. ഇത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നബിയെ. ഇത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമായ യാസീനാണ് ഈ പറയുന്നത്. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു നഗരത്തിന്റെ അറ്റത്തു നിന്നും ഓടി വന്ന ഒരാൾ, ആരും വിളിച്ചതല്ല, ആ വിഷയം നടക്കുമ്പോൾ സാക്ഷിയുമല്ല, പക്ഷെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞ് അവർക്ക് നന്മ ചെയ്യാൻ ഓടി വന്നൊരു മഹാൻ, തെളിവ് നിരത്തി അവർക്ക് കാര്യം പഠിപ്പിച്ചു കൊടുത്തൊരു മഹാൻ, അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ഒരു മഹാൻ. ആ ഒരു മഹാൻ അനുഭവിച്ചത് ജനങ്ങളുടെ പീഡനമായിരുന്നു. അതുകൊണ്ട് നബിയെ, ദഅവത്ത് ചെയ്യുമ്പോൾ പ്രവാചകന്മാർക്ക് മുഴുവനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നബിയെ. അള്ളാഹുലേക്ക് ക്ഷണിക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആളുകൾ ആക്രമിച്ചിട്ടുണ്ട് നബിയെ. അമ്പിയാക്കന്മാർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നബിയെ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈർച്ചവാള കൊണ്ട് മുറിച്ച് 2 പാളിയാക്കി, 2 ഭാഗമാക്കി വഫാത്തായി പോയ ഷഹീദാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹിന്റെ നബിയല്ലേ? നമ്മൾ അങ്ങനെ വിചാരിക്കൂലേ? അള്ളാഹിന്റെ നബിക്ക് അള്ളാഹു സഹായിച്ചുകൂടെ? ഹബീബായ തങ്ങളുടെ സ്വഹാബികളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബികളിൽ എത്ര പേർ ഷഹീദുകളായി, എത്ര പേർ ഷഹീദായി, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടു. പക്ഷെ അല്ലാഹു തആല അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടോ എന്ന് റബ്ബ് പരീക്ഷിക്കുന്നതാണ്.
ആ പരീക്ഷണം സത്യവിശ്വാസികളിൽ അള്ളാഹു ഇഷ്ടമുള്ളപ്പോൾ അള്ളാഹു അവർക്ക് നൽകും. അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും ഇതെനിക്ക് റഹ്മാൻ തന്നതാണെന്ന് തിരിച്ചറിയണം. വിഷമം തോന്നരുത്. പരീക്ഷണവും ബുദ്ധിമുട്ടും വരുമ്പോ എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടരുത്. അതിൽ ക്ഷമിക്കണം, പൊരുത്തപ്പെടണം എന്ന വലിയൊരു ആശയം കൂടെ അള്ളാഹു തആല 23-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. വമാ അൻസൽനാ അലാ ഖൗമി, അവസാനിപ്പിക്കുകയാണ്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാഹും ഖാമിദൂൻ. ഇൻഷാ അല്ലാഹ് അതും അതിൻ്റെ താഴെ ആയത്തുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. الحمدلله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه يا مالك الملوك يا الله. ഞങ്ങളെല്ലാം ചെയ്തു കൂട്ടിയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളോട് മാപ്പാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, തെറ്റുകുറ്റങ്ങൾ വന്നത് നീ പുറത്തു തരണേ പടച്ചവനെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക്, അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, പരിചയക്കാർക്ക്, ഞങ്ങൾക്ക് കണ്ടുപരിചയമുള്ളവർ, ഞങ്ങളെ കാണാതെ ഞങ്ങളുമായി ബന്ധമുള്ളവർ, സ്നേഹമുള്ളവർ, അല്ലാഹുവേ ഈ സദസ്സിലേക്ക് വരാറുണ്ടായിരുന്നവർ, ഇപ്പോൾ നാട്ടിൽ പോയവർ, ഈ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുമായി വർഷങ്ങളോളം ഇടപഴകുന്ന ആളുകൾ, ഇതിൻ്റെ നേതാക്കന്മാർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ചവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും മരിച്ചവരുമായ ആൾക്കാർ, അല്ലാഹു ഞങ്ങളെല്ലാവർക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളോടൊക്കെ നീ മാപ്പ് തരണേ അല്ലാഹ്. പടച്ചവനെ, നിൻ്റെ മഹത്വമോ നിൻ്റെ ഔന്നത്യമോ അറിയാതെ, ചിന്തിക്കാതെ, അല്ലാഹുവേ ബോധമില്ലാതെ ജീവിച്ച് കഴിച്ചുകൂട്ടിയ എല്ലാ സെക്കൻഡുകളും നീ പുറത്തു തരണേ റബ്ബേ. നിന്റെ സ്മരണയിലല്ലാതെ, നിന്നിലേക്ക് ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലല്ലാതെ, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലല്ലാതെ എന്തെങ്കിലും കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഞങ്ങൾ ചെലവഴിച്ച സമയം നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. നീ ഞങ്ങളുടെ കുട്ടികൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ യുവതലമുറക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. +2-നും ഡിഗ്രിനും പഠിക്കുന്ന മക്കൾ അല്ലാഹു തെറ്റുകൾ സംഭവിച്ചത് പുറത്തു കൊടുക്കണേ റബ്ബേ. തെറ്റുകൾ വരാതെ നീ അവരെ കാക്കണേ പടച്ചവനെ. പാപങ്ങളിലേക്ക് പോകാതെ അവരെയും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുന്നവരാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ നാവ് നീ സൂക്ഷിക്കുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു വേദനയോ വിഷമോ വരാത്ത അവസ്ഥയിലേക്ക് നീ ആക്കിത്തരണേ തമ്പുരാനെ. റഹ്മാനുർ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം വിഷമത്തിലാണോ അത് ഹൃദയത്തിലേക്ക് നോക്കിക്കാണാൻ കഴിയുന്ന റബ്ബേ. ഇവിടെ എഴുതി ചോദിച്ചു ദുആർക്കാൻ വേണ്ടി പറഞ്ഞവരും അത് എഴുതി തരാതെ തന്നെ നിനക്കറിയുന്നവരായ ഒരുപാട് പ്രശ്നങ്ങൾ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും ഖൽബിലേക്ക് മുത്തലി ആയിട്ടുള്ള പടച്ചവനെ, അല്ലാഹു ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ നീക്കി തരണേ റബ്ബേ. ഈ നിമിഷം നീ സലാമത്ത് തരണേ പടച്ചവനെ. ബുദ്ധിമുട്ടുകൾ നീക്കി തരണേ റബ്ബേ. പ്രയാസങ്ങൾ അകറ്റിത്തരണേ റബ്ബേ. മാരക രോഗങ്ങൾ ശിഫയാക്കി തരണേ റബ്ബേ. പ്രയാസമുള്ള അസുഖങ്ങൾ വരാതെ നീ കാക്കണേ റബ്ബേ. അസുഖം നീയാണ് തരുന്നത്, കാരുണ്യവാനായ നീ തരുന്ന പരീക്ഷണമാണ് പടച്ചവനെ. അല്ലാഹുവെ, ദുആ കൊണ്ട് തട്ടിപ്പോകുമെങ്കിൽ ഈ ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവെ അത്തരം ഖലാകൾ തട്ടിമാറ്റണേ അല്ലാഹുവെ. നിന്റെ മുബറമായ, നിന്റെ ഒരിക്കലും മാറ്റമില്ലാത്തൊരു തീരുമാനം നീ എടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബേ, അത്തരമൊരു പ്രയാസമോ മുസീബത്തോ ഞങ്ങൾക്ക് വരുമ്പോൾ യാ അല്ലാഹ് അത് സഹിക്കാനുള്ള മനക്കരുത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് വേദനയിൽ കഴിയുന്ന രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അവരുടെ തെറ്റുകൾ പുറത്തു കൊടുത്തവരെ ശുദ്ധിയാക്കണേ അല്ലാഹ്. വേദന കൊണ്ട് കഴിയുന്ന ഒരുപാട് രോഗികൾ റബ്ബേ ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സദസ്സിലുള്ള ആളുകളുടെ ബന്ധുക്കളും ജ്യേഷ്ഠനീയന്മാർ, ബന്ധുമാപ്പന്മാർ, പടച്ചവനെ ദുആരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ പടച്ചവനെ അവർക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ദുആരക്കാൻ ഏൽപ്പിച്ചവരും അല്ലാത്തവരുമായി സദസ്സിലുള്ളവർ, ആൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും, ഞങ്ങൾ ഓരോരുത്തരുടെയും അസുഖങ്ങൾ പുറത്തു പറയുന്നതും അല്ലാത്തതുമായ ഏത് ഇൻസിയും ജിന്നിയും ശൈത്വാനിയും അർദിയും സമാവിയുമായ എല്ലാ അസുഖങ്ങളും ഷഫിയാക്കി തരണേ റബ്ബേ. പടച്ചവനെ, ആഫിയത്ത് എടുത്തുകൊണ്ടുപോയി പരീക്ഷിക്കല്ലേ അല്ലാ. നീ തന്ന നിഅമത്തുകൾ എടുത്തുകൊണ്ടുപോയി പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ. ആരുടെ മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥ വരാതെ കാക്കണേ പടച്ചവനെ. കടങ്ങൾ നീ വിട്ടുതരണേ അല്ലാ. കടങ്ങൾ പെട്ടെന്ന് വിടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ.
പടച്ചവനെ കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ, ബുദ്ധിമുട്ടോ പ്രയാസം വന്ന് പലിശ ഏർപ്പാടുകളിലേക്ക്, പലിശയുടെ ഇടപാടുകളിലേക്ക് പോയി കഴിഞ്ഞ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടാത്ത രീതിയിൽ ഹലാലിലൂടെ നീ പരിഹാരം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഹറാമായി ജോലി ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ നീ മാറ്റം നൽകണേ അല്ലാ. നിനക്ക് പൊരുത്തമില്ലാത്ത ജോലിയോ കച്ചവടമോ ആണെങ്കിൽ അല്ലാഹു നിനക്ക് പൊരുത്തമുള്ളിടത്തേക്ക് ഒരു മാറ്റം നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ചെയ്യുന്ന ജോലിയും കച്ചവടവും ബിസിനസ്സും ഏർപ്പാടുകളും എല്ലാം നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തരണമേ അല്ലാ. അതിൽ ബറക്കത്തിനെ തരണമേ പടച്ചവനെ. അതിൽ ഖൈറും സലാമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയോ കച്ചവടമോ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നിനക്കിഷ്ടമല്ലെങ്കിൽ, നിനക്ക് പൊരുത്തമല്ലെങ്കിൽ, ഞങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക്, നന്മയിലേക്ക് നീ ഒരു മാറ്റം നൽകണേ തമ്പുരാനെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ റബ്ബേ. വിസസംബന്ധമായ പ്രയാസത്തുള്ളവരുടെ റബ്ബേ പ്രയാസം നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഈ അബുദാബി നഗരത്തിൽ എത്രയോ ആളുകൾ ഈ നേരത്തെ തിന്മയിൽ കഴിയുന്നവരുണ്ടല്ലോ റബ്ബേ. അല്ലാഹു, അതിലേക്കൊന്നും പെടാതെ ഞങ്ങൾ ഈ സദസ്സിലേക്ക് എത്തിയല്ലോ പടച്ചവനെ. അല്ലാഹു, ഇതുപോലെ എല്ലാ നന്മയിലേക്കും ഞങ്ങൾ എത്തിക്കണേ പടച്ചവനെ. തിന്മയിലേക്ക് പോകാതെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഓരോ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹുവേ ഈ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിലൂടെ പൊറുക്കപ്പെടുന്ന കഫാറത്തായി ഞങ്ങളുടെ മജ്ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാ. അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ എന്ന് പറഞ്ഞ പോലെ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് ചേരൽ ഒരു പ്രായശ്ചിത്തമാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഈ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും കഴുകി ശുദ്ധിയാക്കി തരണേ റബ്ബേ. എത്ര വലിയ തെറ്റാണെങ്കിലും നീ മാപ്പ് തരണേ റബ്ബേ. എന്ത് വലിയ തെറ്റാണെങ്കിലും നീ പുറത്തു തരണേ റബ്ബേ. എത്ര വലിയ ഗുരുതരമായ തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നീ ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങൾ ശുദ്ധിയാക്കണേ അല്ലാ. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ കൊതിക്കുന്നവർക്ക് കൺകുളിമുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നീ നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. ഗർഭിണികളായ സഹോദരികൾക്ക് നീ സുഖപ്രസവം നൽകണേ പടച്ചവനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത അവസ്ഥയിലാക്കി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തി വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് യോജിച്ച ഖൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സഹോദരന്മാർക്ക് റബ്ബേ ദീനിൽ അവരെ സഹായിക്കുന്ന ഖൈറായ അവസ്ഥയിലുള്ള സ്വാലിഹത്തുകളായ പെൺകുട്ടികൾ ഇണകളായി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, കല്യാണം കഴിച്ച് കഴിഞ്ഞവരുടെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ ഇണക്കത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, പിണങ്ങിക്കഴിയുന്ന ആളുടെ മനസ്സ് യോജിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ദേഷ്യത്തിലും പരസ്പര വൈരാഗ്യത്തിലും കഴിയുന്ന കുടുംബങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളൊക്കെ മാറ്റി തൽസ്ഥാനത്തേക്ക് സ്നേഹവും സൗഹാർദ്ദവും കരുണയും വിട്ടുവീഴ്ചയും കൊടുത്ത് കുടുംബങ്ങൾ നന്നാക്കി തരണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ആരെല്ലാം നിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും സലാമത്തും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ എല്ലാവർക്കും ഇൽമു വർദ്ധിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇൽമു വർദ്ധിപ്പിക്കണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള ബോധം വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, ഖളാ ആയി പോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, സംഭവിച്ച് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ ഖളാ കൂട്ടാനുള്ള മനക്കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാം പുറത്തു തന്ന് ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നല്ല അവസ്ഥയിലാക്കി തരണേ റബ്ബേ. മലക്കുകൾ കടന്നു വന്ന് ഖീല ദഖുലിൽ ജന്ന എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് പോരുന്നില്ലേ എന്ന് ചോദിച്ച് ഇതാ ഞങ്ങൾ പോരുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല നീ കൊടുത്ത ഷഹാദത്ത് പോലെ, അവർക്ക് നീ കൊടുത്ത ബിഷാറത്ത് പോലെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക്, അല്ലാഹു ദീനിന്റെ സഹകാരികളായ ആളുകൾക്ക്, വിശേഷ സമസ്തകളുടെ ജമിഅത്തുൽ ഉലമ മഹാന്മാരായ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാരായ ആളുകൾ എല്ലാവർക്കും നിന്റെ ദീനിനെ, പള്ളിയെ, മദ്രസയെ, സ്ഥാപനങ്ങളെ, പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നവർ, നിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, അല്ലാഹുവേ ഈ ഉമ്മത്തിന് നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും നീ ഹുസ്നുൽ ഖാത്തിബത്ത് നൽകി നീ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹജ്ജ് കഴിഞ്ഞവരുടെ ഹജ്ജ് നീ സ്വീകരിക്കുക പടച്ചവനെ. ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീ എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ. കഅബയുടെ അടുത്ത് നിന്ന് ഹജ്ജും ഉംറയും സിയാറത്തും മദീനയിൽ ചെന്ന് ഹബീബിനെ സന്ദർശിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും എമ്പാടും ജീവിതത്തിൽ തരണേ റബ്ബേ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.